അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന്,
എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും കുറേ വചനങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ മുൻകൂട്ടി അറിയാമെന്ന് നമ്മൾ ഒരു വചനം വായിക്കുകയും ചെയ്തായിരുന്നു അല്ലേ? എന്ത് ചെയ്യണമെന്ന് യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ 6:6 വായിച്ചിട്ട് പറഞ്ഞത്, ഈ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ് നടക്കുമെന്ന് തോന്നിയില്ല, ഇത് വിജനപ്രദേശമാണ്, സദ്യയാകാൻ പോണ്, ജനങ്ങളെ പറഞ്ഞുവിടുകയായിരിക്കും നല്ലത്, ഇത്രയും ആൾക്കാർക്ക് എവിടെ ഭക്ഷണം കിട്ടാനൊക്കെ ചോദിക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചപ്പോൾ ഈശോ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളതിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളെവിടെ കൊടുക്കാനാ? ഇവരങ്ങോട്ട് വേണ്ടി ചോദിക്കുന്നുണ്ട്, നമ്മളെവിടെ കൊടുക്കാനാ? എന്തുമാത്രം പൈസ കൊണ്ട് വേണ്ടി വരും എന്നൊക്കെ ഇവരങ്ങ് ചുമ്മാ മാനസികമായിട്ട് കുറേ ആലോചന നടത്തുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഈ മാനസിക ആലോചന മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ മാനസിക ആലോചന കൊണ്ട് അവർ പോകും. എനിക്ക് ഇപ്പം ഞാൻ അച്ഛനായിട്ട് 40 കൊല്ലമായി. ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, ഈ മനുഷ്യന്മാർ പകുതി മുക്കാൽ, ഇൻക്ലൂഡിങ് പ്രീസ്റ്റ്, പകുതി മുക്കാലും മനുഷ്യർ, ഒരു 90-90% മനുഷ്യർ മാനുഷികമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അവിടെ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ദൈവം അതിൻ്റെ സന്ദേശം നമുക്ക് കൈമാറുമോ? ഒന്നുമില്ലെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാത്ത ഒരു അപകടകാരികളുണ്ട്. വീട്ടിൽ എപ്പോഴും പ്രാർത്ഥിക്കാത്തവരുടെ ഒരു കാര്യത്തിലും അവർ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അവരുടെ ജഡമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് മുഴുവനും കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും ചതിപ്രയോഗങ്ങളും നമ്മൾ ഒളിച്ചിരിപ്പുണ്ടായ സംഭവത്തിൽ. പ്രാർത്ഥിക്കാത്തവന് സുഖമില്ല, അവന് ദൈവത്തെ വിശ്വസിക്കാത്തവന് പിന്നെ എന്താ? പിന്നെ വലിയ മാനവികതയൊക്കെ പറഞ്ഞാലും അവന് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെയും ഭയപ്പെടാത്തവന് നമ്മൾ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടാത്തവരെയും ഇപ്പം ചില വചനമില്ലേ, ഞാൻ മനുഷ്യനെ മാനിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്ന്. വചനെടുത്ത് ലൂക്ക 18:4. കുറേ നാളത്തെ സാധു വിധവ വന്ന് ഈ മനുഷ്യർക്ക് നീതി നടത്താൻ വേണ്ടി കേണപേക്ഷിക്കുന്ന രംഗമാണ്. കുറെ നാളത്തേക്ക് അവനിത് ഗൗനിച്ചില്ല. അയാളെ ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് ബൾബ് കത്തി. ഞാൻ ദൈവത്തെ ഉണ്ട്, അതാണ് ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത്, അയാൾക്ക് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണ് വിഷയം. ശല്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി. അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് വിട്ടു പോകത്തില്ല, അതാണ് വിഷയം. എന്നെ അസഹ്യപ്പെടുത്തും. അപ്പൊ ഈ ദൈവം ഇല്ലാത്തവന്റെ ഒക്കെ അവസ്ഥ അതാണ്, മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെട്ടില്ല, പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ഗ്രൗണ്ട് എന്താ? ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ വൈ ഷുഡ് വി ഫിയർ മാൻ? അതിന് ഗ്രൗണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു മാനുഷികമായ കാഴ്ചപ്പാടെന്ന് പറയും. മാനുഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലകാലങ്ങളായിട്ട് മതത്തിൻ്റെ ചൈതന്യങ്ങളാലും മനുഷ്യത്വത്തിന് മതം കാഴ്ചവെച്ചിട്ടുള്ള മനുഷ്യത്വത്താൽ പരിപക്വമായിട്ടുള്ള മനസ്സാക്ഷി എന്നാണ് ഈ നിരീശ്വരവാദികൾക്ക് പോലും മനുഷ്യന്മാരോട് ഒരു അഫിനിറ്റി തോന്നണത്. അത് സഞ്ചിതാവബോധത്തിൽ നിന്ന് ജനിതകമായി കൈമാറിയിട്ടുള്ള സഞ്ചിതാവബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതും ദൈവവിശ്വാസികളുടെ സംഭാവനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യമില്ല. അപ്പം പക്ഷേ ഇങ്ങനെയുള്ള വിഷയമുള്ള ആൾക്കാർ, ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ മാനിക്കാത്ത ഒരാൾ, നിങ്ങളുടെ മക്കൾ അങ്ങനെ ഒരാളായിട്ട് വളർന്നു വന്നാൽ നിങ്ങൾക്ക് അത് മതി ലോകം എപ്പോഴും സങ്കടപ്പെടാൻ. എന്താ കാര്യം? നിങ്ങൾ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിച്ചില്ല. നിങ്ങൾ ഓർക്കണം 8ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ വേദപാഠം തീർന്നില്ല എന്നാണ്. അങ്ങനെയല്ല, 10ാം ക്ലാസ്സും 13ാം ക്ലാസ്സും എല്ലാം കഴിഞ്ഞാലും ദൈവത്തെ പഠിക്കണതിന് ഇപ്പം ഞാൻ ഈ 40 കൊല്ലം അച്ഛനെന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ നല്ല വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉള്ള വീടാണ്. അപ്പം ചെറിയ വീടാണെങ്കിലും ഈ പറഞ്ഞ ദൈവമുണ്ട് അവിടെ.
കാര്യം ഞങ്ങൾ അച്ഛനും 2 പേര് ശുശ്രൂഷകരുടെ വീട്ടിൽ നിന്ന് വന്ന്, ഞാനും എൻ്റെ ചേച്ചി കന്യാസ്ത്രീ. അപ്പം എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഭവനത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഇപ്പം 40 കൊല്ലം കൂടി പൗരോഹിത്യ ജീവിതം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ പറയും ദൈവത്തിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനിരിക്കണമെന്ന്. പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ കാറ്റഗിസം 10ാം ക്ലാസ് വെച്ച് അവസാനിപ്പിക്കണത്? യു ഡോണ്ട് നീഡ് ഗോഡ്. അതല്ല പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല. നിങ്ങളുടെ പല പരിപാടി ജഡികമായ കാര്യങ്ങൾക്ക് ദൈവത്തിനെ കൊണ്ട് നടന്നാൽ ശരിയാകാത്തത് മനസ്സിലാകുമ്പോഴാണ് ചില ആൾക്കാർ പിള്ളേരെ പോലും വേദപാഠത്തിൽ പിടിയത്തില്ല. ഏറ്റവും വലിയ ക്രൈമാണ്. ഇപ്പം തൂഫാനൊക്കെ നാട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്, അതിന് ജനത്തിൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ പിന്നോട്ട് പോകരുത്. എന്താ കാര്യം കഴിഞ്ഞാൽ ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇത് അണ്ടേ കൊണ്ട് വളം വെക്കണ പരിപാടിയാണ്. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ചൊട്ടക്ക് തന്നെ വളം വെക്കണം. അവരുടെ മാതാപിതാക്കന്മാരുടെ കയ്യിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത്. നിങ്ങളല്ലേ ആരെയും കെട്ടി വളർത്തുന്നത്. 3 ദിവസം 3 വയസ്സാകുമ്പോഴല്ലേ പള്ളി കൊണ്ടുവരണത്. കുറിച്ചൊക്കെ വരപ്പിക്കണത് 4 വയസ്സിലല്ലേ. അതുവരെയും നിങ്ങളുടെ കൂടെയാണ് കുഞ്ഞുങ്ങളുള്ളത്. അതിന് ശേഷവും നിങ്ങളുടെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായത്തിൽ കർത്താവിൻ്റെ ചൈതന്യം അവർക്ക് കൊടുക്കുക. അത് നമുക്ക് ബാധ്യസ്ഥരാണ്. വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താമെന്നും മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേർപിരിയാതിരിക്കാമെന്നും നിങ്ങൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സഭ നിങ്ങളെ കൂതാശയിച്ച് വിവാഹിതരാക്കിയെന്ന് ഓർക്കണം. ആ ഉത്തരവാദിത്തം എടുത്തില്ലെങ്കിൽ ആ വിവാഹത്തിൻ്റെ കൃപ പോകും. അതുകൊണ്ട് വളരെ ചൈതന്യത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ദൈവത്തിന് നിരക്കുന്ന ദൈവിക ആത്മാവിനെ വിവേചിക്കാൻ മനസ്സിലാകുന്ന എത്ര വയസ്സായാലും പിന്നെയും കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് വേദപാഠം നിർത്തരുത്. ഞാനീ ഇത്രയും പ്രായത്തിലും വേദപാഠം നിർത്തിയിട്ടില്ല. എപ്പോഴും കർത്താവിനോട് ചോദിച്ചും ആലോചിച്ചും വചനം വായിച്ചും പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചാലും എത്ര ജന്മം കിട്ടിയാലും തീരത്തില്ല. അത്രയും വലിയ സബ്ജക്റ്റാണ് വേദപാഠം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലൻ ദാസ്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. 23 വയസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 നവംബർ 3-ാം തീയതിയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ കൃപാസനത്തിൽ വരാമെന്നുള്ള ആ ഭാഗ്യം അതെല്ലാവർക്കും കിട്ടില്ല. അത് ആ സമയമാകുമ്പോൾ മാതാവ് കൊണ്ടെത്തിക്കുന്നതാണ് കൃപാസനത്തിൽ. കാരണം വെച്ചാൽ അതുവരെ നമ്മൾ ജീവിതത്തിൽ കൂടെ പോകുന്ന പല വേദനകളും യാതനകളും എല്ലാം മാതാവ് ഈശോയിൽ അർപ്പിച്ച് നമ്മളെ എത്തിക്കുന്നതാണ് അവിടെ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. ആ ദിവസം വേറെ ദിവസമായിരുന്നു വരേണ്ടത്. അപ്പോൾ അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് ഞങ്ങൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. എന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചതും കുറച്ച് എൻ്റെ വലിയ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്ത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അന്നത്തെ രക്തത്തളപ്പിനകത്ത് നമുക്കിങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാൻറ്റസി തോന്നില്ല. ജസ്റ്റ് അത് ആൾക്കാരുടെ ഓരോ പെർസെപ്ഷനാണെന്ന് തോന്നണത്. പക്ഷെ ഞാനിവിടെ അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്നിട്ട് ഞാൻ ആ മൂലയ്ക്ക് ഇരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി, എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ 3 പേര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡ് ഒന്നുമല്ല, കുത്തഴിഞ്ഞൊരു ജീവിതമാണ്. അപ്പോൾ മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണേന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ തന്നെ വിങ്ങിപ്പൊട്ടി കരയണമായിരുന്നു ആ മൂലയ്ക്ക് ഇരുന്ന്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇതെന്ത് പറ്റി, ഇവനെന്ത് പറ്റി? അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് കരയുക. ഞാൻ ആരെയും നോക്കണമൊന്നുമില്ല. ഞാൻ അതുവരെ ചിന്തിക്കുമായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്ന് എങ്ങനെയാണ് കരയണമെന്ന്. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി ഈ ചുറ്റുവട്ടം, ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട്, മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്.
അപ്പോൾ വരുന്നവർ ബ്രോക്കണായിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്രോക്കണായിട്ട് വന്നവരെ ഇവിടുന്ന് മാതാവ് തൊട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയൊരു നിലവറയായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ ഞങ്ങളന്ന് 6 നിയോഗങ്ങളാണ് വെച്ചത്. അപ്പോൾ 6 നിയോഗങ്ങൾ നടന്നു. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തതും സർപ്രൈസ്ഡ് ആയിട്ട് ജീവിതത്തിൽ വരുന്ന കൃപകൾ എല്ലാം ഒത്തിരി അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ബാംഗ്ലൂരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചിരുന്ന ഞാൻ അതിവിടെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു നിയോഗം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. 15 വർഷമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ 15 വർഷമായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച കാര്യം, എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഒരു ഭവനം ഒരു ചെറിയൊരു ഭവനം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ്, നിങ്ങളൊരിക്കലും ചെറിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. ഈശോയോട് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈശോയ്ക്ക് തോന്നും, ഇവന് ഞാനൊരു കാര്യം കൊടുത്താൽ അവനത് വലിയതായിട്ട് തന്നെ, അവൻ്റെ ചിന്താഗതി ഉയർന്ന ചിന്താഗതിയാണ്, അവൻ്റെ ദാരിദ്ര്യ ചിന്താഗതിയല്ല, ഉയർന്ന ചിന്താഗതിയാണ്. അപ്പോൾ ഈശോ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ്. അപ്പോൾ അപ്പൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഗ്രഹിക്കണം, നമുക്ക് ഈശോ തരും. അപ്പം ഞാൻ ആഗ്രഹിച്ച 4 മുറിയുള്ള ഭവനമാണ് ഞങ്ങളന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അന്ന് ഭവനത്തിൻ്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി. അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഇന്ന് ഈ ദിവസം പോരാ. ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ അമ്മ കൊണ്ടുവന്ന് കിടന്നു. ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിൽ അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്ന്, ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടി കൂട്ടി നടത്തി തന്ന് അങ്ങനെ ഭവനം ശരിയായി. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് 4 മുറിയുള്ള ഭവനം, പക്ഷെ 5 മുറിയുള്ള 3 നില ഭവനം കിട്ടി. ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു ക്യാപിറ്റൽ ഇല്ലാത്തവ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം. അപ്പം ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, കൃപാസനം എന്ന് പേരിട്ടു ഭവനത്തിന്. വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടണത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളൂ. എന്നാലും അവരപ്പോൾ നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത്, ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും, ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ്. പക്ഷേ ആ ഈശോ മാതാവിൻ്റെ കാശിരൂപത്തിൻ്റെ അത്ഭുതം ഞാൻ അന്ന് മനസ്സിലാക്കണത്. അമ്മ അത് അപ്പൻ്റെ ബനിയത്തിൽ കൊളത്തി വെച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങളുടെ ആ പറമ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അമ്മ മാതാവ് അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞങ്ങൾ ആ സ്ഥലം അളന്ന് അത് വിറ്റ് ആ പൈസയും നമുക്ക് വീട് പണിയാനായിട്ടൊരു ഈടായിട്ട് വന്നു. അതൊരു രണ്ടാമത്തെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ 2 അത്ഭുതം. പിന്നെ 3ാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം, എനിക്ക് ഈ സ്കിൻ ഡിസീസ് ഉണ്ടായി. ഞാനപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഡ്രൈ സീസൺ വരുമ്പോൾ എനിക്ക് മേല് മൊത്തം ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ പൊലിഞ്ഞു പോവുമായിരുന്നു. അപ്പം അങ്ങനൊരു ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം, അപ്പം ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ്, നിങ്ങളിത് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ തന്നെ നവീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ തന്നെ നവീകരിച്ചു, ദൈവം അനുഗ്രഹിച്ച്. എൻ്റെ അമ്മ അതിലൊത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ നവീകരിക്കാനായിട്ടൊരു വലിയൊരു ഫാക്ടറായിരുന്നു. ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സമാധാനവും ശാന്തിയും സമൃദ്ധി ഐശ്വര്യം ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കിൻ ഡിസീസ് ഞാൻ ഈ നിയോഗത്തിലൂടെ മാതാവ് അതെടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭവനത്തിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേനും എനിക്ക് പുറത്തു പോകാനൊരു അവസരം കിട്ടി. അതിലൊക്കെ ഒത്തിരി ഞാൻ IELTS പഠിക്കാൻ പോകാനാണെങ്കിലും ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലിടും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്ത് ഇങ്ങനെ ബനിയത്തിൽ കുത്തിവെച്ച് ഷട്ടൈൻ്റെ പുറത്തിട്ടിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും വലിയൊരു ധൈര്യമാണ്. ഞാൻ
പോകുമ്പോൾ ഞാൻ കാറിലാണ് പോകണമെങ്കിൽ ഇപ്പുറത്തെ സീറ്റിൽ ഞാൻ മാതാവ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. എന്നിട്ട് ഞാൻ മാതാവ് ഉണ്ട്, അപ്പോൾ ഞാൻ പറയും മാതാവ് ഇതേ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ, അപ്പോൾ എല്ലാം സെറ്റാക്കി തരണമെന്ന് ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പരീക്ഷയുടെ സ്ഥലത്താണെങ്കിൽ എൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതും. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ ഇന്നും എന്നെ ആ കാശിരൂപം ഒരു കാര്യത്തിലും എന്താഗ്രഹമാണെങ്കിലും ഒരു കാര്യത്തിലും എന്നെ അത് ഡൗൺ ആക്കിയിട്ടില്ല. ഞാൻ എന്നെ നവീകരിച്ച് ആ കാശിരൂപം എടുത്ത് എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട്, എന്ത് കാര്യത്തിന് പോകണോ കാശിരൂപമായിട്ട് പോയാൽ അത് നടക്കും. പിന്നെയുള്ള ഒരു കാര്യം, എൻ്റെ ചേച്ചി പാരീസിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ ആൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിസ വരുന്നില്ല, ജോലി വരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കഷ്ടപ്പാടായിരുന്നു ആൾക്ക് കുറേ നാളത്തേക്ക്. അപ്പം മാതാവിൻ്റെ കാര്യം ഞങ്ങൾ അപ്പോഴാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് മാതാവ് ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് അങ്ങനെ മാതാവിൻ്റെ വേറൊരു സംരക്ഷണം, അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അവിടെ ഒരു സംരക്ഷണവും പ്രത്യേക സ്നേഹവും ഒന്നും ഇല്ലെങ്കിലും ആൾക്ക് സമാധാനം സംതൃപ്തിയുണ്ട്. അത് കിട്ടിയത് ഈ ഉടമ്പടി എടുത്ത് മാതാവിനെ ഞങ്ങൾ അർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈശോയ്ക്ക് കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് ആ സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞില്ലേ, മകനെ ഇവർക്ക് വീഞ്ഞില്ല, ഇവരെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഈശോയുടെ അടുത്ത്. അങ്ങനെ മാതാവ് അത് ചെയ്തു തന്നു. പിന്നെ ജീവിതത്തിലുണ്ടായ വേറൊരു കാര്യമാണ്, എൻ്റെ ഒരു കസിൻ ചേച്ചി, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ചേച്ചി, ഷിലു എന്ന് പറയും. അപ്പോൾ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിക്ക് കല്യാണം ഉറക്കല്ല, ചേച്ചിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, നമുക്ക് ആ ചേച്ചിയുടെ കാര്യം ഒന്ന് ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ആ ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ച് 3 മാസത്തിനകം നല്ല ആലോചന വന്ന അവരിപ്പോൾ സന്തോഷമായിട്ട് ഗുജറാത്തിൽ ജീവിക്കണതാണ്, സന്തോഷത്തിൽ. അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനം കേട്ടോ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം, അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം എനിക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയൊരു തടസ്സമില്ലാണ്ട് എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ? അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ് അലന്താസ്. എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ അറിയാതെ വന്നൊരു സ്വരമാണ്, അലന്താസെ, എൻ്റെ പേര് അലന്താസ് എന്നാണ്. അലന്താസെ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയും. അപ്പം ഞാൻ ഓർക്കും, ദൈവത്തിന് നന്ദി, ദൈവം ഇതൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും. പലപ്പോഴും എനിക്ക് കുളിര് കയറും. ഇങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മേല് മൊത്തം തണുപ്പും ചൂടും ഒക്കെ വന്ന് കുളിരെടുത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി മാതാവിനെ തൊട്ടതാണ്. അത് ഞാൻ എന്നിവിടെ വന്നാലും ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും. മാതാവ് അപ്പോൾ പറയും, അതെ അലന്താസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തൊടും, അത് എനിക്ക് ഉറപ്പാണ്. പിന്നെയുള്ള കാര്യം, ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ. അപ്പം ഞാനത് ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പിന്നെ അതൊരു അഡിക്ഷൻ ആയിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ മാതാവ് ഈശോയിലൂടെ തന്നു. ആ മാതാവിന്, അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധമ്മയ്ക്ക് തിരുക്കുമാനവരാരും നന്ദി പറയാം. അലൻദാസ് പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. ഒന്നാമത് അലൻ പറയുന്ന അലവന് 23 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അലൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് ഈ അത്ഭുതങ്ങളിലും കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യുവജനങ്ങളിൽ പലർക്കും ആ ഒരു ബോധം പോലും ഇല്ല പലപ്പോഴും. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങനെ ചിന്തിക്കണില്ല. കാരണം അവർ ജനിച്ച് വളർന്ന് വന്നതിൽ അത്രയും കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. പക്ഷേ അലന്ദാസ് ഇവിടെ പറയണത്, ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാനിവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലൊരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടിട്ട് കുളിർന്ന് കയറി. എന്നിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ദേവാലയത്തിലിരുന്ന് ഒത്തിരി പേര് കരയണത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കരയണ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഒത്തിരി കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ പോലും ചോദിച്ചു, ഇതെന്താ ഇവനിങ്ങനെ ഇരുന്ന് കരയണേന്ന്. പക്ഷേ പറയുകയാണ്, അന്ന് അമ്മ മാതാവ് തൊട്ടതാണ് അലനെ. എന്നിട്ട് പറയുകയാണ്, അലൻ പറഞ്ഞ വചനം അതാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അപ്പോൾ അലൻ അന്ന് വിശ്വസിക്കുകയാണ്. അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് അമ്മ മാതാവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇനി വിശ്വസിച്ച് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ പറയുകയാണ് 14 വർഷമായിട്ടാണ് ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അതവർ 4 മുറിയാണ് ആഗ്രഹിച്ചത്. ഇവരുടെ കയ്യിൽ ക്യാപിറ്റലും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ കണ്ണീരോടുകൂടി അമ്മയോട് ഇവരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പറയുകയാണ്, 5 മുറിയുള്ള 3 നില വീട് നൽകി ഞങ്ങൾക്ക് സ്വപ്നതുല്യമായൊരു ഭവനം നൽകി പരിസ്ഥിതി മാതാവ് അനുഗ്രഹിച്ചു.
ഇനി അതോടൊപ്പം വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന സ്ഥലം വിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഒത്തിരി പേര് തടസ്സം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഉടമ്പടി കാശ് രൂപം കയ്യിലേന്തി പോയതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം അളക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ പോലും ഇല്ല. അമ്മമാതാവ് എല്ലാവരും എടുത്ത് മാറ്റി. എന്നിട്ട് ആ സ്ഥലം അവിടെ വിൽക്കുവാനും ഭവനത്തിൻ്റെ പണിക്ക് അത് സഹായിക്കുകയും ചെയ്തു. പിന്നെ അലനുണ്ടായിരുന്ന സ്കിൻ ഡിസീസസ് അമ്മയോട് ഇവിടെ എന്ന് പറഞ്ഞായിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അമ്മയൊന്ന് ഇടപെടണേന്ന്. അമ്മ മാതാവ് ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഉള്ള സൗഖ്യം നൽകി. പിന്നെ പറയുകയാണ്, അലനെ ഇംഗ്ലണ്ടിൽ പഠിക്കുവാനായിട്ട് പോകാനുള്ള അവസരം പരിസ്ഥിതി മാതാവ് കൊടുത്തു. സഹോദരി പാരീസിലായിരുന്നു, അവളുടെ ജോലി അവിടെ കൃത്യതയോടെ ആക്കുകയും മനസ്സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സന്തോഷം കൊടുത്ത് പരിസ്ഥിതി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഒരു കസിൻ്റെ വിവാഹം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയോട് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അതും ആ വിവാഹവും പൂർണ്ണമായിട്ടും നടന്നു. അപ്പോൾ പിന്നെ പറയുകയാണ്, അമ്മ എപ്പോഴും ദേവാലയത്തിൽ പോയ ഒരു ഭവനത്തിന് വേണ്ടി എല്ലായ്പ്പോഴും കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നതിന് ശേഷമാണ് അമ്മ മാതാവ് ദൈവപിതാവിനോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ച അങ്ങനെയാണ്, കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മാധ്യസ്ഥം വഹിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തിന് മാധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന. ഈശോയുടെ ചൈതന്യത്തിൽ നിലനിൽക്കുവാനും കർത്താവിൻ്റെ കൃപ ഉൾക്കൊള്ളാനും കർത്താവിനെ സ്നേഹിക്കുവാനും അമ്മമാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ഉടമ്പടി പ്രാർത്ഥന നമ്മളെ ശക്തരാക്കുന്നു. അലൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. അലനൊരു യുവാവ് കൂടെയാണ്. അപ്പോൾ അതൊരു വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒത്തിരി യുവാക്കൾ അലൻ്റെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഇവിടെ കൃപാസനത്തിൽ എത്തുവാനും അമ്മമാതാവിനെ അറിയുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് മേരി ലിൻഡ. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട രൂപത പൊയ്യ ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഒക്ടോബർ അവസാനം എനിക്കൊരു പള്ളിയിൽ നിന്നാണ് കൃപാസനം പത്രം കിട്ടിയത്. അവിടെ നിന്ന് ഞാൻ കൃപാസനം പത്രം എടുത്ത് ഉടമ്പടി ചെയ്യാനുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞു. ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത്. ഞാൻ ഹസ്ബൻഡും കൂടെ പുറത്തേക്ക് ഇറ്റലിയിലേക്ക് പോകാനായിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു 3 വർഷമായിട്ട്. അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ജനുവരി 20 എനിക്ക് അപ്പോയിൻമെൻറ്റ് VFSൽ റെഡിയാവുകയും ഞാൻ ഹസ്ബൻഡ് അപ്പോയിൻമെൻറ്റിന് ഹാജരാവുകയും ചെയ്തു. അതിന് ശേഷം ഫെബ്രുവരി 12 ഇറ്റലിയിലേക്ക് പോകാനുള്ള എനിക്കും ഹസ്ബൻഡിനുള്ള വിസ വരികയും ഞങ്ങൾ 12 ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനോട് നന്ദി പറയാൻ ഞാൻ എൻ്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 3 കാര്യങ്ങൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് 2 പെൺകുട്ടികളാണ്, 13 വയസ്സായതും 12 വയസ്സായതും. അപ്പോൾ എനിക്കൊരു ആൺകുട്ടീനെ വേണം. അതുകൂടാണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും 18 വർഷമായിട്ട് ഒരു ഭവനമില്ല, ഒരു ഭവനം വേണം. പിന്നെ എൻ്റെ കുടുംബത്തെ മൊത്തം ഞാൻ എൻ്റെ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഞാൻ വരുന്നവരെയും എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാനിവിടുന്ന് പോയി. പക്ഷെ അവിടെ ഇറ്റലി ചെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച പോലെ തന്നെ എനിക്ക് 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ ആ അവസ്ഥയിൽ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ഡീൽ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലല്ലായിരുന്നു. കാരണം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ്. എങ്കിലും എനിക്കത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡും ബാക്കി എല്ലാവരും പറഞ്ഞു, നമുക്കിതിന് അബോർഷൻ ചെയ്ത് കളയാം. അത് കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് സങ്കടമാണ്. കാരണം ഞാൻ മാതാവിനോട് ചോദിച്ച് വാങ്ങിച്ചതാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിനോട് തന്നെ ഞാൻ ചോദിച്ചു. പക്ഷേ എനിക്കൊരു ഉത്തരം എനിക്കിതുവരെയും കിട്ടിയില്ല. കിട്ടാണ്ടായി കഴിഞ്ഞ് പിന്നെ എപ്പോഴും കരച്ചിലായി. ഓരോ ഹോസ്പിറ്റലിൽ പോകും, അബോർഷനുള്ള കാര്യത്തിനുള്ള കാര്യങ്ങൾ മുന്നോട്ടാക്കുന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, കൃപാസന മാതാവിനോട് ഞാൻ പറയും, ഒന്നും നടക്കരുത്, ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് അതിന് പറ്റില്ല എന്ന് പറയണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. കുരിശ് വരയ്ക്കും, വയറിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വരത്തല്ലേ, എനിക്ക് തന്ന പോലെ ഒന്നുകിൽ നീ തന്നെ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് വളർത്താനുള്ളൊരു ഇത് നീ ചെയ്ത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 22 അബോർഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞാനാകെ തളർന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാലും മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. എനിക്ക് 3 പേരും ഒരുപോലെയാണ്. മൂത്ത കുട്ടികളും
അതുപോലെ എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഒരുപോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം. ഓഗസ്റ്റ് 22 ഡോക്ടർ ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഓഗസ്റ്റ് 20 എന്നെ ഒരു ആൾ വിളിക്കുവാണ്, ഒരു ചേച്ചി എന്നെ വിളിക്കുവാണ്. ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നിൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, നിനക്ക് എന്താണ് ആവശ്യം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടികൾ വാടക വീട്ടിലാണ് കിടക്കണേ, അവർ വലിയ കുട്ടികളെ പെൺകുട്ടികളാണ്, ഒരമ്മയുള്ളൂ, അവരിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഇതില്ല, ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഞാനിത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിൻ്റെ വാടകയുടെ പൈസ ഫുൾ എമൗണ്ട് നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം നിൻ്റെ റെസ്റ്റ് വരെയും ഞാൻ കൊടുത്തോളാം, നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കത് ആശ്വാസമായി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ഈ കുഞ്ഞിനെ മാതാവ് എനിക്ക് വളർത്താൻ വേണ്ടി തന്നെ തന്നതാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്തു. അവിടെ 5-ാം മാസത്തിൽ കൊച്ച് എന്താണെന്നുള്ളതറിയും, ആണാണോ പെണ്ണാണോ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ആൺകൊച്ചിനെ തരണം കേട്ടോ, ആ കൊച്ചിന് ഞാൻ അമ്മയുടെ മകൻ്റെ പേരിട്ടേക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ നിന്ന്. 5-ാം മാസത്തിൽ സ്കാനിങ് ഡേറ്റിൽ അവർ പറഞ്ഞു കുട്ടി ആൺകുട്ടിയാണെന്ന്. പിന്നീട് അങ്ങോട്ട് എന്നെ സഹായിക്കാനും എനിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും ആരെന്നില്ല, എല്ലാവരും എന്നെ സഹായിക്കാനും എൻ്റെ കുടുംബത്തിന് ഒരു ഭക്ഷണത്തിനായാലും ഒരു കുറവുമില്ലാണ്ട് മുന്നോട്ട് നീങ്ങി. അന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും ജോലിയില്ല, എനിക്കും ജോലിയില്ല, എങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു നേഴ്സ് എന്നെ സഹായിക്കാൻ, ഇറ്റാലിയൻ നേഴ്സ് എന്നെ സഹായിക്കാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ലാസ്റ്റ് സഹായിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അവരെ നീ അമ്മയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെൻ്റെ അമ്മയായി. എല്ലാത്തിനും ഇന്ന് വരേക്കും എനിക്ക് അവർ മാതാവിനെ പോലെ, മാതാവ് എനിക്ക് കൊണ്ടു തന്നതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഡെലിവറിയുടെ സമയമായപ്പോഴത്തേനും കൊറോണ കൂടി ഡെലിവറി ഫെബ്രുവരി 26 എനിക്ക് ഡെലിവറി ഡേറ്റ് വന്നു. കൊച്ച് 4 വീക്സ് പുറകിലോട്ടായിരുന്നു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചിന് വെള്ളം കുടിച്ച് കൊച്ചാകെ അവശതയിലാണ്. കൊച്ചിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഇൻക്യുബേറ്ററിൽ കിടത്തണം. 3 ദിവസമായിട്ട് ഞാൻ കൊച്ചിനെ കാണുന്നില്ല. കൊച്ചിന് എന്ത് പറ്റിയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ച് എടുത്ത് മാറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് അവിടെ സഹായിക്കാനൊന്നും ആരുമില്ല. ചുറ്റിലും കൊറോണ ഇതിൻ്റെ പേരിൽ ഹസ്ബൻഡിനെ ഉള്ളിലേക്ക് കയറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊച്ചിനെ പോയി കാണും. 19 ദിവസം കൊച്ചി ഇൻക്യുബേറ്ററിൽ കിടക്കണം എന്ന് പറഞ്ഞു. 15-ാമത്തെ ദിവസം 7 കിലോമീറ്ററോളം എനിക്ക് ആ ഹോസ്പിറ്റലിലോട്ട് നടന്നു പോകണം. കൊച്ച് ഹോസ്പിറ്റലിൽ, ഞാൻ വീട്ടിൽ, നടന്നേ പോകാൻ പറ്റുള്ളൂ. കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് 15-ാമത്തെ ദിവസം അവിടെ ഒരു മാതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നടന്നു വരാനുള്ള, ഞാൻ അവശതയായി, എനിക്ക് നടന്നു വരാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യ്, അമ്മ എടുത്തോ, എനിക്കിനി വേണ്ട, എനിക്ക് വളർത്താൻ തന്നാൽ മതി, വളർത്തമ്മയായിട്ട് ഞാൻ കൂട്ടിക്കോളാം, നിന്നെ അവൻ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അന്ന് ഞാൻ അവനെ കണ്ടിട്ടില്ല, കൊച്ചിനെ കാണാതെ ഞാൻ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ എൻ്റെ കുഞ്ഞിന് സ്ട്രോളറിൽ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് കൊച്ചിനെ വെച്ചേക്കണു. നീ കൊണ്ടുപോയിക്കോ, നിൻ്റെ കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം എനിക്ക് മനസ്സിലായി, കൊച്ച് എൻ്റെ അല്ല, കൊച്ച് പരിശുദ്ധ അമ്മയുടെയാണ്, എനിക്കൊരവകാശമില്ല എന്ന്, വളർത്താൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ എന്ന്. അവന് 2 വയസ്സായപ്പോൾ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കില്ല, മമ്മീന്ന് വിളിക്കില്ല, മമ്മ എന്നാണ് വിളിക്കണേ, മമ്മ എന്ന് വിളിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ പേരാണല്ലോ കൊച്ച് വിളിക്കണേ, അമ്മയെന്ന് വിളിച്ച് പഠിപ്പിക്കാൻ. ഒരു ദിവസം ഞാൻ അവനെ, അപ്പം എൻ്റെ റൂമിലൊക്കെ കൃപാസന മാതാവിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എന്നെ അമ്മ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ വിളിക്കണില്ല. കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കി, മാതാവിനെ നോക്കിയിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റാലിയൻ ഭാഷയിലാണ് അവൻ സംസാരിക്കുള്ളൂ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ അമ്മയല്ല, ഇതല്ല, നീയല്ല എൻ്റെ അമ്മ, ആയിരിക്കണതാണ് എൻ്റെ അമ്മ, നീ ലിൻ്റെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പം പൂർണ്ണമായി അവൻ്റെ അമ്മ മാതാവാണെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഒരേ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിൻ്റെ PR, അവൻ അവിടെ ജനിച്ചിട്ടും എനിക്ക് കൊച്ചിൻ്റെ PR കിട്ടണില്ല. ഓപ്പൺ വിസ ഇറങ്ങിയോണ്ട് എനിക്ക് അവിടുത്തെ വിസ കിട്ടി, പക്ഷെ കൊച്ചിൻ്റെ വിസ കിട്ടണില്ല.
കൊച്ചവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൊച്ചിൻ്റെ വിസ കിട്ടേണ്ടതാണ്. കൊച്ചിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷെ വിസ കിട്ടിയിരുന്നെങ്കിൽ എനിക്കിവിടെ നാട്ടിൽ വരാമായിരുന്നു, കുഞ്ഞിനെ കാണിക്കാമായിരുന്നു. 3 വയസ്സാകാൻ പോണു, കൊച്ചിനെ കൊണ്ടുവരാനായിട്ട് ഒരു ഇതും കിട്ടുന്നില്ല. എൻ്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ പറഞ്ഞില്ലേ ഒരു നേഴ്സ് എന്നെ സഹായിക്കുമെന്ന്. ആ നേഴ്സ് എല്ലാത്തിനും എന്നെ സഹായിക്കാൻ എൻ്റെ അപകട സമയങ്ങളിൽ അവർ വരും. അപ്പോൾ എനിക്കറിയാം അത് നടക്കും എന്നുള്ളത് എനിക്കറിയാം. കാരണം അവരെ അഴക്കണത് മാതാവാണ്. അപ്പം എന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് കൊച്ചിൻ്റെ വിസ ഇത്രയായിട്ടും കിട്ടിയില്ലല്ലോ, അവൻ്റെ ചേച്ചിമാരെല്ലാവരും കാത്തിരിക്കുകയാണ്, അവൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും കാത്തിരിക്കുന്നു, എല്ലാവരും കാത്തിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കായി 2 വർഷം ഞാൻ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ സ്ട്രോളറിൽ കെട്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് വേറൊരിടത്തും കൊണ്ട് നോക്കാൻ പറ്റില്ല. കെട്ടു കൊച്ചിനെ കെട്ടിയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ. എല്ലാ പിള്ളേരും ഓടി നടക്കുമ്പോൾ എൻ്റെ മോൻ മാത്രം സ്ട്രോളറിൽ. ഒരു കുഴപ്പമില്ല, കൈയും കാലിനും ഒരു കുഴപ്പമില്ല, നല്ല ഓടി നടക്കണ കുഞ്ഞ്. എന്നിട്ടും എന്തിനെങ്ങനെ മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും പരീക്ഷണം എന്ന പോലെ വീണ്ടും മാതാവിനോട് എന്നെ സ്നേഹിക്കണാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഞാൻ നവംബർ 20 എല്ലാം വേണ്ടാന്ന് വെച്ച്, PR ഒന്നും വേണ്ടാന്ന് വെച്ച് കൊച്ചിനെയും കൊണ്ട് നവംബർ 20 പോരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്നേരത്തെ എൻ്റെ അടുത്ത് ഒന്ന് പോയി ചോദിക്ക്, 20 കോടതി നീ ഒന്ന് പോയി ചോദിക്ക് വിസ ശരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുള്ള ഒരു പ്രേരണ വന്നു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കോടതിയിലുള്ളവർ പറഞ്ഞു, നിൻ്റെ കൊച്ചിൻ്റെ വിസ ആയിട്ടില്ല. എന്നെ അവർ ആട്ടിപ്പഴിച്ചു വിട്ടു, നിൻ്റെ കൊച്ചിന് ഇപ്പം വിസ കിട്ടില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിറങ്ങി പോന്നു. അന്ന് ഞാൻ ആ നേഴ്സിനെ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ കൊച്ചിൻ്റെ വിസ കിട്ടിയില്ല, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ കൊച്ചിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കില്ല. അപ്പോൾ അവർക്കത് വിഷമമായി. അവർ പറഞ്ഞു, നീ ഇനി എന്നാണ് പോകാൻ തീരുമാനിച്ചേക്കണേ? ഞാൻ പറഞ്ഞു ഡിസംബർ 2. എന്നാൽ ഡിസംബർ 2 നമുക്കൊന്നുകൂടെ കോടതിയിലേക്ക് പോകാം, നീ വായോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഞാൻ ഡിസംബർ 2 ഞാനും ആ നേഴ്സിനെ ഞാൻ അമ്മ എന്നാണ് വിളിക്കണേ, അമ്മയും കൂടെ കൊച്ചും ഞാൻ പോയി കോടതി ചെന്ന് അവരോട് ആ അമ്മ ചോദിച്ച വശം തന്നെ അവർ അകത്ത് പോയി എൻ്റെ കൊച്ചിൻ്റെ PR എടുത്തുകൊണ്ട് വന്നു. അപ്പം എനിക്കറിയായിരുന്നു ഈ അമ്മ എൻ്റെ കൂടെ വരുമ്പോൾ മാതാവാണ് കൂടെ വരുന്നത്. കാരണം അവരാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെത്തുക. അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നവംബർ 20 ഇത് ഓക്കെ ആയി കിടക്കണതാണ്. അപ്പം ഞാൻ പറഞ്ഞു നവംബർ 20 ഞാനിവിടെ വന്നതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നീ ചോദിച്ചില്ലല്ലോ എന്ന്. ഞാൻ ചോദിച്ചതാണ്, പക്ഷേ എനിക്ക് തരേണ്ട ആൾ മാതാവ് തന്നെയാണല്ലോ. അപ്പോൾ ഡിസംബർ 2 ആയിരുന്നു, ഡിസംബർ 7 മുന്നേ എനിക്ക് കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഡിസംബർ 2 എനിക്ക് കൊച്ചിൻ്റെ വിസ കിട്ടി. ഉടനെ തന്നെ എനിക്ക് കൊച്ചിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാവരും 5 ദിവസം കൊണ്ട് എല്ലാവരെക്കാട്ടും സ്പീഡിൽ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടി. ഞാൻ ജനുവരി 25 നേരിട്ട് ഇവിടെ വന്നു, മാതാവിനെ കണ്ടു, മാതാവിനെ കാണിച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി മാതാവിന് ഏൽപ്പിച്ചു. ഒരു കുഴപ്പമില്ലാതെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവിടെ വെച്ച് ഇറ്റലിയിൽ വെച്ച് അവൻ 3 അടി പൊക്കത്തിൽ താഴോട്ട് വീണ വശം കൊച്ചിൻ്റെ ബോധം പോയി. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, കണ്ണൊക്കെ മേലോട്ടായി, എനിക്കാകെ പേടിയായി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടനെ തന്നെ അവൻ ആ ബോധം കിടലിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ ഉപ്പ് തരാനായിട്ട്. ഞാൻ ഉടനെ ഉപ്പെടുത്ത് വായിൽ വെച്ച് കൊടുത്തു, തൈലമൊക്കെ പുരട്ടി. കൊച്ച് അപ്പം തന്നെ ഛർദ്ദിച്ചു. അപ്പം ഛർദ്ദിച്ചപ്പോൾ എനിക്ക് പേടി. എന്നാലും ഞാൻ ആരോടും പറഞ്ഞില്ല, മാതാവിനോട് പറഞ്ഞു എനിക്കൊരിടത്തും പോകാൻ വഴിയില്ല, നീ തന്നെ കാത്തുകൊള്ളണം കേട്ടോന്ന്. എന്നിട്ട് രാത്രി ഞാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി തലയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും, അതായിരിക്കും ഛർദ്ദിക്കണേന്ന്. എന്നാലും ആരോടും പറയാതെ മാതാവിനോട് ചെന്ന് പറഞ്ഞു, മാതാവേ എനിക്ക് നാളത്തെ സാക്ഷ്യം ഞാൻ കേൾക്കുമ്പോൾ ആരെങ്കിലും സാക്ഷ്യത്തിൽ എൻ്റെ ഈ കുഞ്ഞ് വീണ കാര്യം എന്നെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ. പിറ്റേ ദിവസം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സാക്ഷ്യം വന്ന് കിടക്കണു, ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യം. ടീച്ചർ 6 അടി പൊക്കത്തിൽ നിന്ന് താഴെ വീണിട്ട് ടീച്ചറിൻ്റെ ഒന്നും അനങ്ങാൻ പറ്റാണ്ട് ടീച്ചർ ഛർദ്ദിച്ചു 2 പ്രാവശ്യം. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ടീച്ചറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ടീച്ചർ മാതാവിൻ്റെ എണ്ണയൊക്കെ തേച്ചു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ടീച്ചറിനെ വീട്ടിൽ വിട്ടു എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിനൊരു കുഴപ്പമില്ലാന്ന്. കൊച്ചിനും ഒരു കുഴപ്പമില്ല, കൊച്ചു ഓടിക്കളിച്ച്. ഇന്ന് ഞാൻ ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ല, പക്ഷെ അവനൊരു പ്രശ്നമില്ല, നല്ല ഓടിക്കളിച്ച് കിടക്കണം. പിന്നെ എൻ്റെ മോൾക്ക് 2 വർഷമായിട്ട് പീരീഡ്സ് നോർമലല്ലായിരുന്നു. അവളിനോട് ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ അടിവയറ്റിൽ അവിടെ ആയിരിക്കുമ്പോൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ച്, അന്ന് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ രോഗസൗഖ്യ ധ്യാനത്തിൽ പറഞ്ഞു, പീരീഡ്സ് ആവാതെ 2 വർഷം അങ്ങനെ പീരീഡ്സ് ആവാത്തവർക്ക് അതിൻ്റെ സൗഖ്യം കൊടുക്കുന്നുണ്ട്, ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ മോൾക്ക് പീരീഡ്സ് ആയി, ഇപ്പം നോർമലാണ്. പിന്നെ ഒരു ചേച്ചിയുടെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ആ ചേച്ചിക്ക് ഇതേപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടു കൊടുത്തു. ഉപ്പ് കഴിച്ച് ആ ചേച്ചിക്ക് ബ്ലീഡിങ് വളരെ സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ ഒരു മുഴ പോലെ വന്നു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് ഒട്ടും വേദന സഹിച്ചിട്ട് എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ ഇതെനിക്ക് എൻ്റെ കയ്യിൽ കാണരുത് കേട്ടോ, എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ്. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ തൈലം പുരട്ടിയാണ് അത് സുഖപ്പെട്ടത്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതെൻ്റെ കയ്യിലില്ല, മുഴ എൻ്റെ കയ്യിലില്ല. പിന്നെ 18 വർഷമായി എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഭവനം ഇല്ലാണ്ടിരിക്കണേ, സ്ഥലവും ഇല്ല, ഭവനവും ഇല്ല. അപ്പം ഇന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു പോയതാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഭവനം വേണം എന്നുള്ളത്. ഇന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും പഞ്ചായത്തിൽ നിന്ന് 3 സെൻറ്റിൻ്റെ ആധാരം എഴുതി കൈ കിട്ടി. അതും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയോടും ദൈവപിതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനമാണിത്. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ മരുഭൂമിയിലും അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു തമ്പുരാൻ്റെ കരുതലുള്ള സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മേരി ലിൻഡ എന്ന മകൾ, ആ മകള് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്ത് ഈ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഇന്നാണ് ഈ മകൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി, അതുപോലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ്, ഇത് കൃപാസനം അംഗീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ മകള് ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തൻ്റെ 3 നിയോഗങ്ങൾ വയ്ക്കുന്നു. അത് 3ഉം ഈ മകൾക്ക് സാധിച്ചു കിട്ടിയതായിട്ടാണ് ഈ മകൾ ഇവിടെ അനുഭവ സാക്ഷ്യം പറഞ്ഞത്. അതായത് ഇറ്റലിക്ക് പോകണം, 3 വർഷത്തോളമായി ഇറ്റലിക്ക് പോയി അവിടെ ജോലി ചെയ്യണം, ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹം. അതുപോലെ ഒരു വീടില്ലാതെ 18 വർഷമായി തൻ്റെ പേരൻസ് സ്വന്തമായിട്ടൊരു വീടില്ലാതെ അവർ വിഷമിക്കുന്നു. അപ്പോൾ അവർക്ക് വീട് വേണം, പിന്നെ ഒരു ആൺകുഞ്ഞിനെ വേണം. ഇതായിരുന്നു ഈ മകളുടെ നിയോഗങ്ങൾ. അങ്ങനെ ഈ മകളുടെ നിയോഗങ്ങളിൽ ഈ മകൾ വെച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം എന്നുള്ള നിയോഗവും. അപ്പോഴിങ്ങനെ ഈ നിയോഗം വെച്ച് പോയി കഴിയുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൃപകൾ വർഷിക്കപ്പെടുകയാണ്. ഈ മകൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ 3 വർഷമായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് ഈ മകളുടെ അമ്മ ഒത്തിരിയേറെ വിഷമിക്കുകയാണ്, അസ്വസ്ഥതകളുണ്ട്, ട്രീറ്റ്മെൻറ്റിലാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ തന്നെ ഇതിന് പരിഹാരമുള്ളൂ എന്ന്. എന്നാൽ ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അവിടെ ഇവർക്ക് 3 വർഷമായിട്ട് ഡേറ്റ് കിട്ടുന്നില്ല, ഓപ്പറേഷൻ ഡേറ്റ്. എന്നാൽ ഇവിടെ നിന്ന് എന്നാൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഡേറ്റ് കിട്ടുകയാണ്. അങ്ങനെ ആ ഓപ്പറേഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നു, യാതൊരു കോംപ്ലിക്കേഷനും വന്നില്ല. പിന്നീട് ഭർത്താവിൻ്റെ മദ്യപാനം എത്ര വർഷമായതാണ് മദ്യപാനം? 13 വർഷമായ മദ്യപാനം. അപ്പോഴത് ഈ മകൾ മദ്യപാനം മാറ്റണമേ എന്ന ഒരു നിയോഗവും ഈ മകൾക്കുണ്ടായിരുന്നു. അവിടെ പിന്നീട് കാണുക ഭർത്താവിന് സ്ട്രോക്ക് വരുന്നതാണ്. ആരോഗ്യത്തോടെ നടന്നിരുന്ന മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് സ്ട്രോക്ക് ആകുന്നു, മുഖമെല്ലാം ഒരു വശത്തേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് പറയുന്നത് മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണ്.
അങ്ങനെ അന്ന് മുതൽ ആ മകന് പിന്നെ മദ്യം ഇന്ന് വരെ തൊട്ടിട്ടില്ല എന്നാണ് ഈ മകൾ പറയുക. അത് ഉടമ്പടിയുടെ ഒരു നിയോഗം വെച്ചു. അമ്മ വാതിൽ തുറക്കുന്നത് വേറെ രീതിയിലാണ്. അമ്മ കൃപകൾ ഓരോരോ രീതികളിലാണ് നമ്മിലേക്ക് വർഷിക്കുക. പിന്നീടാണ് ഒരാൺകുഞ്ഞിനെ വേണം. അപ്പോൾ ഇവർ വിസയെല്ലാം പിന്നീട് ഇവർക്ക് 3 വർഷമായിട്ട് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിസ പ്രോസസ്സിംഗ് ഒക്കെ പിന്നീട് ഇവർക്ക് സാധ്യമാവുന്നു. അങ്ങനെ ഇവർ ഇറ്റലിയിലെത്തുകയാണ്. ഇറ്റലിയിലെത്തിയതിന് ശേഷം ഈ മകൾ പ്രഗ്നൻ്റ് ആകുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നീട് അവിടെ നടക്കുന്നത് വല്ലാത്ത ഒരു സംഘടനത്തിലൂടെയാണ് കടന്നു പോവുക. അതായത് കോവിഡിൻ്റെ സമയമായി ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ഹസ്ബൻഡിന് ജോലിയില്ല. ഈ മകളുടെ ജോലിയിലാണ് പിടിച്ചു നിൽക്കുന്നത്. ഇവിടെയും മാതാപിതാക്കൾ വാടകയ്ക്കാണ് താമസിക്കുക. അവരുടെ വാടക കൊടുക്കണം. ഇങ്ങനെ പല രീതിയിൽ മാനസിക സംഘർഷത്തിൽ തന്നെയാണ്. ജോലിയില്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കും? ഈ അവസരത്തിൽ ഈ മകളെ വീട്ടുകാർ തന്നെ ഉപദേശിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ പ്രഗ്നൻസി നമുക്ക് വേണ്ട, ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാം, ഇത് അബോർഷൻ ചെയ്യണം. അതായത് ഈ മകൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളതുകൊണ്ട്, അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഈ മകള് മാതാവിനോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഈ മകൾക്ക് 2 കുട്ടികൾ വേറെയുണ്ട്. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും ഇതും എൻ്റെ കുഞ്ഞ് തന്നെയാണ്. അവരെപ്പോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാണ് ഈ കുഞ്ഞും. അതുകൊണ്ട് ഇതിനെ ഞാൻ കളയില്ല എന്ന് ഈ മകൾ പറയുന്നുണ്ട്. എങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്ത് 2 ദിവസത്തിന് മുമ്പ്, അതായത് അബോർഷൻ്റെ 2 ദിവസം മുമ്പ് ഈ മകൾക്ക് ഒരു കോള് വരികയാണ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുക. ഞാൻ നിൻ്റെ അവസ്ഥകളൊക്കെ എനിക്ക് മനസ്സിലായി. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു. നിൻ്റെ വാടകയും അതുപോലെ നീ ഡെലിവറി കഴിഞ്ഞ് 3 മാസത്തെ റെസ്റ്റിന് ശേഷം നീ ജോലിക്ക് പോകുമ്പോൾ മുതൽ എനിക്ക് ഞാൻ നിനക്ക് നൽകുന്ന ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായം അത് നീ എനിക്ക് പിന്നീട് തന്നാൽ മതിയെന്ന്. അതാരാണെന്ന് ഈ മകൾക്കറിയില്ല. അങ്ങനെ ഈ മകൾക്ക് അവിടെ പരിശുദ്ധ അമ്മ തുണയാവുകയാണ്. അമ്മയോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞാണ്. ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ ഒരിക്കലും അമ്മ അനുവദിക്കില്ല. അങ്ങനെ ഈ മകളുടെ ജീവിതം ഭദ്രമാകുന്നു. എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് പോകുന്നു. ഡെലിവറി നടക്കുന്നു. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനുണ്ടായ കുറച്ച് അസ്വസ്ഥതകൾ, അപ്പോൾ അതുമൂലം കുഞ്ഞ് ഇൻക്യുബേറ്ററിലായിരുന്നു. വീണ്ടും ആ കുഞ്ഞിനെ ഈ മകൾക്ക് ആരുമില്ല കൂട്ടിന്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒത്തിരിയേറെ വിഷമിക്കുകയാണ്. കൂടെ നിൽക്കാൻ ആരുമില്ല. കൊറോണ പീക്ക് ടൈമാണ്. ആരെയും ഹോസ്പിറ്റലിൽ നിർത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ മകളുടെ കൂടെ നിൽക്കാൻ അവിടെ വീട്ടുകാരുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ മകള് ഇൻക്യുബേറ്ററിലായിരുന്ന കുഞ്ഞിനെ 3 പ്രാവശ്യം പോയി കാണുന്നു. 4ാമത്തെ പ്രാവശ്യം ഈ മകൾ പറയുകയാണ്, കുഞ്ഞൊരിടത്ത് ഞാനൊരിടത്ത്, എനിക്ക് ഈ കുഞ്ഞിനെ കാണണമെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പോകേണ്ടത്, ഈ സ്റ്റിച്ചുമൊക്കെ ആയിട്ട്. എനിക്കറിയില്ലമ്മേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നീ തന്ന കുഞ്ഞാണ്, നീ തന്നെ നോക്കിക്കൊള്ളൂ, ഞാൻ വളർത്തമ്മയായിക്കൊള്ളാം എന്നാണ് ഈ മകൾ പറയുക. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ആ അവസ്ഥയിൽ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോരുന്നു. പിറ്റേ ദിവസം ഈ മകൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുക, കുഞ്ഞിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അസുഖങ്ങളും മാറി കുഞ്ഞിനെ ഈ മകൾക്ക് ഹോസ്പിറ്റൽ അധികാരികൾ കൊടുക്കുകയാണ്. നീ കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് പറയുക. ഇവിടെയൊക്കെ എന്താണ് പ്രവർത്തിക്കുക? ആരാണ് പ്രവർത്തിക്കുക? എന്താണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക? ഇവിടെയാണ് മരുഭൂമിയിലും നമ്മെ നനച്ചു വളർത്തുന്ന, തിരുവചനം കേട്ടതുപോലെയുള്ള നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന തമ്പുരാൻ്റെ ശക്തമായ കരങ്ങൾ, പരിശുദ്ധ അമ്മയുടെ കരുതലുള്ള കരങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അങ്ങനെ ഈ മകൾക്ക് കുഞ്ഞിനെ കിട്ടുന്നു. കുഞ്ഞ് ഈ അമ്മയെ അമ്മയെന്ന് 2 വയസ്സ് വരെ വിളിച്ചില്ല. അപ്പോൾ ഈ മകൾ ചോദിക്കുകയാണ്, നീ എന്നെ അമ്മയെന്ന് വിളിക്ക്. അപ്പോഴാ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ രൂപം കാണിച്ചിട്ട് പറയുകയാണ്, നീ അല്ല എൻ്റെ അമ്മ, എൻ്റെ അമ്മ ആ നിൽക്കുന്ന അമ്മയാണെന്ന്. അങ്ങനെ ഈ മകളെ പേരാണ് വിളിക്കുന്നതെന്നാണ് പറയുക ഇപ്പോഴും ആ കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പിന്നീട് PR കിട്ടണം. ഇവർക്കിവിടെ വരണമെങ്കിൽ 3 വയസ്സായി. കുഞ്ഞിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല.
ഇങ്ങനെയുള്ള അവസരത്തിൽ PR കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അവിടെ ഒരു ഇറ്റാലിയൻ നേഴ്സ്, അതും ആ സ്ത്രീയും പറയുന്നത് ഈ മകളോട് പറയുന്നത് നീ എന്നെ അമ്മയെന്ന് വിളിക്കാനാണ്. അങ്ങനെ ഇവരുടെ എല്ലാ അപകട സാഹചര്യങ്ങളിലും ആ ലേഡി ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരുമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ PR കിട്ടാതിരുന്ന PR ആ ലേഡി ചെന്ന് ചോദിക്കുമ്പോൾ അവരെടുത്തു കൊടുക്കുകയാണ്. ഉദ്യോഗസ്ഥർ എടുത്തു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്കിത് തരാതിരുന്നതെന്ന് ഈ മകൾ ചോദിക്കുമ്പോൾ, നീ വന്ന് ചോദിച്ചില്ലല്ലോ, നവംബർ മാസം തന്നെ നിൻ്റെ മോൻ്റെ PR വന്ന് കിടക്കുന്നതാണെന്ന്. നവംബർ മാസം അതേ ഡേറ്റിലാണ് ഈ മകൾ ചെന്ന് ചോദിക്കുക. പക്ഷേ അവർ ആ PR കൊടുത്തില്ല. എന്നാൽ അന്ന് തന്നെ വന്ന PR പിന്നീട് ആ ലേഡി ചെന്ന് ചോദിക്കുമ്പോൾ നിഷ്പ്രയാസം മകൻ്റെ PR കിട്ടുന്നു. അങ്ങനെ ഇവരിവിടെ സസുഖം എത്തുന്നു. പരിശുദ്ധ അമ്മയെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ആ കുഞ്ഞ് 3 അടി പൊക്കമുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് വീഴുകയും ബോധം പോവുകയും, എന്നാൽ കുഞ്ഞ് തന്നെ ആദ്യമേ ചോദിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉപ്പാണ്. ഇങ്ങനെ ഓരോരോ രീതികളിലാണ് ആ കുഞ്ഞും തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ് താൻ പരിശുദ്ധ അമ്മയുടെ മോനാണെന്ന്. അങ്ങനെ ഇന്ന് ഈ മകള് ഇവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് വന്ന അന്ന് തന്നെ ഈ മകൾ ഇവിടെ വന്നു, അമ്മയെ കാണിച്ചു, അമ്മയ്ക്ക് കുഞ്ഞിനെ നൽകി. അങ്ങനെ എപ്പോഴോ നൽകിയ കുഞ്ഞാണ്, എന്നാൽ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഇന്ന് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് തൻ്റെ ജീവിതത്തിൽ താൻ വെച്ച നിയോഗങ്ങളെല്ലാം, അതായത് തൻ്റെ വീട്ടുകാർക്ക് ഒരു സ്ഥലമില്ലായിരുന്നു, 18 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. എന്നാൽ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് 3 സെൻറ്റ് സ്ഥലം കൂടെ കിട്ടുകയാണ്. അതിൻ്റെ ആധാരം കൂടെ നടന്നിട്ടാണ് ഈ മകൾ ഇവിടെ വരിക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കാം, കരങ്ങൾ അടിക്കാം, പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. എൻ്റെ പേര് അഞ്ജു എന്നാണ്. ഞങ്ങൾ വൈക്കത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ രാജേശ്വരി, ഇതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അനുപ്രിയ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം തുടങ്ങാനായിട്ട് എനിക്കുള്ളതിനേക്കാളും കൂടുതൽ അവകാശം എൻ്റെ അമ്മയ്ക്കാണ്. കാരണം ഈ കൃപാസനം പള്ളിയിലേക്കും ഈ ഉടമ്പടിയിലേക്കും കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി തുടങ്ങാനുള്ള അവകാശം എന്തായാലും അമ്മയ്ക്കാണ്. അപ്പം ഞാൻ അമ്മ പറയും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കാലുകുത്താൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഇവരാണ് ഉടമ്പടി എടുത്തത്, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മോൻ ജോലിക്ക് വേണ്ടിയിട്ട് 2022 മെയ് മാസം 28-ാം തീയതി ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോകുവാണ്. മോനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. 10 വർഷം സൗദിയിൽ ജോലി നോക്കി. അത് കഴിഞ്ഞ് അവൻ്റെ വിവാഹം കഴിഞ്ഞു, പെങ്ങളുടെ വിവാഹമൊക്കെ കഴിച്ചു. വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളങ്ങനെ ജീവിക്കുവാണ്. പക്ഷേ അമ്മ ഇനി ഞാൻ പോകുന്നില്ല, എനിക്ക് ഒരു സ്വന്തമായിട്ട് നാട്ടിൽ നിന്നാൽ മതി, ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മോൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. 1.5 വർഷമായപ്പോഴേക്കും ഞങ്ങൾ ആകപ്പാടെ സമാധാനം നഷ്ടപ്പെട്ട നിലയിലെത്തി. കാരണം ഒരുപാട് നഷ്ടങ്ങൾ വന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മരുമോനോട് ചോദിച്ചു, മക്കളെ ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ മരുമോൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, എൻ്റെ ഒരു കൂട്ടുകാരൻ ദുബായിലുണ്ട്, ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. വിളിച്ചു. അങ്ങനെയാണ് ഈ മെയ് മാസം 28-ാം തീയതി എൻ്റെ കൂട്ടം പോണത് ദുബായിലേക്ക്. അവിടെ ചെന്നിട്ടാണെങ്കിൽ കുഞ്ഞിന് ജോലി ആകണില്ല. 3 മാസം ആകാറായി. എനിക്കൊരു സമാധാനവും ഇല്ല. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. 43 വർഷമായി ഞാൻ അംഗൻവാടിയിൽ ജോലി നോക്കുന്നു. എൻ്റെ സ്കൂളിൽ ഒരു ഗവൺമെൻറ് UP സ്കൂളിലാണ് എൻ്റെ അംഗൻവാടി ഇരിക്കുന്നത്. ഞാൻ എന്നും പോകുമ്പോൾ സ്കൂളിനോട് ചേർന്ന് തന്നെ അമലോത്ഭവ മാതാവിൻ്റെ ഒരു കപ്പോളയുണ്ട്. ഞാൻ മാതാവിനെ നോക്കും, ഒന്നും ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം അറിയാവുന്ന ലോകം നിറഞ്ഞ് നിൽക്കണം, അമ്മോട് എന്ത് പറയാൻ, ഞാനൊന്നും പറയൂല. പിന്നെ ഞാൻ മനസ്സിൽ പറയും, ഞാൻ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കണതാണല്ലോ മാതാവേ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ തിരിഞ്ഞൊന്ന് നോക്കും, ഞാനിങ്ങ് പോരും. അങ്ങനെ പോന്നു. എൻ്റെ മോൻ പോയിട്ട് ഞാൻ രാത്രി ചോറുണ്ടിട്ടില്ല. ഉറക്കം എന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആകെപ്പാടെ വിഷമിച്ച് ഇവള് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കയറി കിടക്കും. 12 മണിയാകുമ്പോൾ വീണ്ടും ഞാൻ പ്രാന്തിയെ പോലെ എഴുന്നേറ്റ് ഹാളിലും റൂമിലും ഒക്കെ നടക്കും. ഇവള് വന്നിട്ട് എന്നോട് ചോദിക്കും, എന്താ അമ്മ? ഞാൻ പറയും, എനിക്കൊരു സമാധാനമില്ല, എൻ്റെ മോൻ പോയിട്ട് ഒരു ജോലി ആയില്ലല്ലോ, കേരള അല്ല ഇന്ത്യ അല്ല, എന്ത് ചെയ്യും?
എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ ഇവള് പറയും, രണ്ടാളും കൂടി വരും, അമ്മ അത് സമാധാനപ്പെടുക, എന്തായാലും ജോലി റെഡിയാകും എന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് 15 കഴിഞ്ഞപ്പം ഞാൻ പഠിപ്പിച്ച് വിട്ട ഒരു കൊച്ചിൻ്റെ അമ്മ എന്നെ 8 മണി കഴിയുമ്പോൾ വിളിക്കുന്നുണ്ട്, ടീച്ചറെ ഞാനിങ്ങോട്ട് വരുവാ. എന്ന് വെച്ചാൽ എന്തിനാ വരുന്നത്? എനിക്ക് ദേഷ്യമാണ്, കൊച്ചിന് ജോലി ആകണില്ല, ഒന്നും ആകണില്ല. അല്ല ടീച്ചറെ ഞാനിങ്ങോട്ട് വരുവാ. എന്തിനാ വരുന്നത്? എനിക്ക് വരണം ടീച്ചറെ. വരണ്ട, ഞാൻ ഫോൺ കട്ട് ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്നെ വിളിക്കും, ടീച്ചറെ ഞാനങ്ങോട്ട് വരുവാ. അവർ വരണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വരുന്നത്? നിങ്ങളുടെ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ടല്ലോ, കുട്ടിയെ അവിടെ കൊണ്ടാക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ടീച്ചറെ, എനിക്ക് വരണം. ഞാൻ അന്നേരം ഫോൺ കട്ട് ചെയ്യും, ഞാൻ കയറി കിടക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു, രാത്രി 8 മണി കഴിഞ്ഞു, ടീച്ചറെ എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വരുമോ പോകുമോ എന്താ അച്ഛാ ചെയ്യുക, എനിക്കൊരു കാര്യം അറിയണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞാനൊരു 12 മണിയായപ്പോൾ എഴുന്നേറ്റ് ഹാളിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇവർ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നെ അമ്മ വല്ല വിഷമം ഉണ്ടാകില്ലേ, അമ്മയ്ക്കും എന്തെങ്കിലും വിഷമം ഉണ്ടാകില്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാകും അമ്മ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളില്ലേ, അല്ലാതെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വെളുപ്പിന് 4 മണിക്ക് എന്നും എഴുന്നേക്കും, വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചിട്ട്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് അമ്പലമുണ്ട്, ഞാൻ എന്നും അമ്പലത്തിൽ പോകും. അന്ന് ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പോകാനായിട്ട് പോണതായിട്ട് ഞാൻ സ്വപ്നം കാണുവാണ്. നടന്നിട്ട് 100 മീറ്റർ അകലെയുള്ള അമ്പലത്തിൽ ഞാൻ എത്തണില്ല. നടന്ന് എൻ്റെ കാല് കുഴഞ്ഞു, ഞാൻ അമ്പലത്തിൽ എത്തണില്ല. പിന്നെയും നടന്ന് ചെന്ന് കഴിഞ്ഞപ്പം ഗോപുരമില്ല, വെലിക്കപ്പരയില്ല, നടപ്പന്തലില്ല, കൊടിമരയില്ല, ഒന്നുമില്ല. ഒരു ഗ്രില്ലിട്ടൊരു സ്ഥലം, ഒരു ഹാള്, ഒരിടനാഴി. ഞാനിതെവിടെയാണ് ചെല്ലുന്നത്? ഇതെന്ത് പറ്റി? ഇന്നലെ വരെയും ഒരു കുഴപ്പമില്ലായിരുന്നു അമ്പലത്തിൽ, ഇതെന്ത് സംഭവിച്ചു? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ദൈവമേ. പിന്നെ നമ്മളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നോർത്ത് ഞാൻ ആൾക്കാരൊക്കെ തൊഴുത് നീങ്ങണു. ഞാനും തൊഴുത് നീങ്ങി ഇവിടെ വന്ന് ഞാൻ നിന്നത് ഈ ആൾക്കാരിലാണെന്നുള്ളത് ഞാനിവിടെ വന്നപ്പോഴാണ് അറിയണേ. ഒരാൾ തൊഴുത് നീങ്ങി ഓരോരുത്തരും നീങ്ങണു. ഞാൻ വന്ന് നിന്നപ്പോഴേക്കും മാതാവ് ഇവിടുന്ന് ഇറങ്ങി വന്നു. മാതാവ് ഇറങ്ങി വന്നിട്ട് ഞാൻ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതൊരു ദൈവം തന്നെയാണ്. ദേവി എൻ്റെ പരാശക്തി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ 2 കൈയിലും കയറി കെട്ടിപ്പിടിച്ചിട്ടു കവളത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, യോ കരയരുത്, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുറന്നപ്പോൾ 4 മണി. ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികളെല്ലാം ചെയ്തു അമ്പലത്തിൽ പോയി. ഞാനോർത്തു, എന്നും അമ്പലത്തിൽ പോകണം, ഞാൻ അതുപോലെ പോയി. ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സെപ്റ്റംബർ 12 ബെറ്റി എന്ന് പറയണ മോള് കയറി വന്നു. അവൾ നല്ല സൗമ്യതയോടുകൂടി സംസാരിക്കുന്ന കുട്ടിയാണ്, ഒരു അവിവേകവും ദേഷ്യപ്പെട്ടും ഒന്നും സംസാരിക്കില്ല. ഇവള് കയറി വന്നിട്ട് എന്നോട് പറയുക, ടീച്ചറെ ഞാൻ വന്നു. മോളിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇരിക്കാനല്ല വന്നേന്ന് പറഞ്ഞു. ഞാനോർത്തു പിള്ളേരല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, പോട്ടെ. അപ്പോൾ എന്നോട് ചോദിച്ചു, മക്കളെന്തെടുക്കണോ? ഞാൻ പറഞ്ഞതേ മോളുടെ കുട്ടിയാണ്, അവളെയും കൊണ്ടാണ് ഞാൻ വരുന്നത്. പിന്നെ മോൻ എന്തെടുക്കണമെന്ന് ഉടനെ ചോദിച്ചപ്പോൾ ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരഞ്ഞു ഭയങ്കരമായിട്ട്. കരഞ്ഞപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, അയ്യോ ടീച്ചർ കരയാൻ പാടില്ല, ഞങ്ങൾക്കൊക്കെ ആശ്വാസം പകർന്നു തന്നെ ടീച്ചർ കരയാൻ പാടില്ല, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, അൻകുട്ടം പോയിട്ട് ജോലിയൊന്നും ആയില്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ടീച്ചർ എന്തിനു വിഷമിക്കണു? ആലപ്പുഴ കലവൂര് കൃപാസനത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു മാതാവുണ്ട്, അങ്ങോട്ട് പ്രാർത്ഥിച്ചേ, ടീച്ചറിന് മോൻ ജോലി ഉടനെ റെഡിയാകും. ഞാൻ പറഞ്ഞു, മക്കളെ ടീച്ചറിന് അങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഒന്നും പ്രാർത്ഥിക്കണ്ട, എൻ്റെ മാതാവേ എൻ്റെ മോൻ്റെ ജോലി റെഡിയാക്കി തരണേ, ഞങ്ങൾ അവിടെ വന്നോളാം, ആ പുണ്യഭൂമിയിൽ വന്നോളാം എന്ന് മാത്രം ടീച്ചർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്ന് ഇവരോട് പറഞ്ഞു, ഇങ്ങനെ കലവൂര് കൃപാസനം ഉണ്ടെന്ന് പറയണ ഒരു മാതാവുണ്ട്, നമുക്കൊന്ന് അവിടെ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ടമ്മ, പക്ഷേ നമ്മളെ ആരാ ഒന്ന് അവിടെ വരേക്കും കൊണ്ടുപോകാനുള്ള ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്തായാലും മാതാവിൻ്റെ യൂട്യൂബ് ലിങ്കിൽ നോക്കി എല്ലാ പ്രാർത്ഥനകളെല്ലാം 2 നേരവും ഞങ്ങൾ അമ്മയും മക്കളും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഒരു സെപ്റ്റംബർ 21 ആയപ്പോൾ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് നന്നായിട്ട് രാവിലെ മുതൽ 3:30 വരെ ഇരുന്ന് പ്രാർത്ഥിച്ച്, മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ച്. ഞാൻ അപാരമായിട്ട് പ്രാർത്ഥിക്കും, എനിക്ക് നടക്കണ വഴിയിലും അടുക്കളയിൽ എവിടെ നിന്നാലും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിഷമമായി. രാത്രിയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉറങ്ങാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാലും മാതാവേ, ഞാൻ അവിവേകാണ് പറയണേ, എന്നോട് പൊറുക്കണേ മാതാവേ, ഞാനൊരു വിധവയായതുകൊണ്ട് എല്ലാവർക്കും പുച്ഛാണല്ലോ വിധവകളെ, അതുകൊണ്ടും അമ്മയ്ക്കും പുച്ഛായിരിക്കും, അതുകൊണ്ടായിരിക്കും എൻ്റെ മോൻ്റെ കാര്യം ഇതുവരെ റെഡിയാക്കാത്തതെന്ന് പറഞ്ഞു.
ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ അരികത്ത് വന്ന് നിന്നിട്ട് പറയുകയാണ് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റു. അപ്പോഴും 4 മണി. അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരുമോൾ എണീറ്റ് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മക്കളെ ഉടമ്പടി എടുക്കാമെന്ന് ഇങ്ങനെ ഒരു അശരീരി അമ്മ കേട്ടല്ലോ. അയ്യോ അമ്മ ഇപ്പോൾ ആരിയ്ക്കണം നമ്മളെ കലവൂര് വരെ ഒന്ന് കൊണ്ടുപോകാനായിട്ട്, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ വിഷമിക്കേണ്ട, ഓൺലൈൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും മാതാവ് അനുഗ്രഹിച്ച് അവിടെ ചെല്ലാൻ പറ്റിയ അന്ന് നമുക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാം. മക്കൾ ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 28-ാം തീയതി അവൾ, ഒക്ടോബർ 6-ാം തീയതി എൻ്റെ കുട്ടൻ ഓഫർ ലെറ്റർ വന്നു. ഏതെല്ലാം കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയോ അവിടുന്ന് എല്ലാമാണ് അവന് ഓഫർ ലെറ്റർ വന്നത്. അപ്പോഴെന്നോട് ചോദിച്ചു, അമ്മ ഞാൻ ഏത് സൈൻ ചെയ്യണം? നിനക്ക് ഇഷ്ടമുള്ളത്, മാതാവ് നിൻ്റെ മനസ്സിൽ എന്ത് തോന്നിക്കണോ അത് നീ സൈൻ ചെയ്യണം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. നവംബർ 7-ാം തീയതി അവൻ ജോലിയിൽ കയറി. നവംബർ 15-ാം തീയതി ഞാനിവിടെ വരുമ്പം ഈ ഫ്രണ്ടിൽ വന്ന് വണ്ടിയിൽ ഇറങ്ങുമ്പം ഞാനിങ്ങനെ അന്തിച്ച് നിൽക്കണം. ഞാൻ സ്വപ്നം കണ്ടത് ഇതായിരുന്നു, ഞാൻ കണ്ടത് ഇവിടെയായിരുന്നു. അപ്പോൾ മാതാവ് എന്നെ ഒന്ന് വിളിച്ചതാണോ അതോ എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാനിങ്ങനെ അന്തിച്ച് അവിടെ നിൽക്കണം ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ എന്നോടൊരു ബ്രദർ വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത്, അമ്മ എവിടെ നിന്ന് വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വൈക്കത്തുനിന്ന് വരുവാണ്, എനിക്കൊരു മാതാവിനെ കാണണമല്ലോ, ഇവിടെ കടലോളം ജനം, ഞാൻ അങ്ങ് വെളിയിൽ നിൽക്കണം. അമ്മ ഇവിടെ നിന്നോ, കുറച്ച് കഴിയുമ്പം മാതാവിനെ കാണാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞു. ഞങ്ങളിവിടെ ആ ബ്രദർ വന്ന് വിളിച്ചു. ഞങ്ങളിവിടെ വന്ന് ഞാൻ മാതാവിനെ കണ്ട്. ഞാനൊന്നും പറയൂല മാതാവിനോട്, എന്താ വെച്ചാൽ എല്ലാം അറിയാവുന്ന നമ്മോട് ഞാനൊന്നും പറയൂല. എന്നെക്കുറിച്ച് അറിയാം, എൻ്റെ കുടുംബത്തെക്കുറിച്ച് സർവ്വതും അറിയാവുന്ന നമ്മോട് എന്ത് പറയാനാ. അങ്ങനെ ഞങ്ങൾ അന്ന് വന്നു. അപ്പം സാക്ഷ്യം പറയാൻ ഇവിടെ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞു, മോൻ വന്നിട്ട് വന്നാൽ മതി. മോൻ വന്നിട്ടുണ്ട്, മരുമോൻ വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാം ശരിയാക്കി തരുമെന്ന് മാതാവിനോട് പറഞ്ഞത്. ഇച്ചിരി കടങ്ങളൊക്കെ ഉണ്ടോ, അത് അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉടമ്പടിയിൽ കുറച്ച് നിയോഗങ്ങൾ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയുടെ കാര്യമായിരുന്നു. അത് ഉടമ്പടിയിൽ വെച്ചു. പക്ഷെ ഉടമ്പടിയിൽ വെച്ചിട്ട് കുറച്ച് നാളായിട്ട് ഒന്നും ആയില്ല. ആൾക്ക് 1-2 ഓഫറൊക്കെ വന്നെങ്കിലും അതൊന്നും നമുക്ക് പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അങ്ങനെയായി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, വിഷമിക്കണ്ടടി, നീ പ്രാർത്ഥിക്കണ്ടല്ലോ, അതൊന്നും ശരിയാവും, നമുക്ക് ഒരുമിച്ച് സാക്ഷ്യം പറയാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. ബാധ്യതയുള്ള സമയത്ത് നമ്മൾ അത് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു നിവൃത്തിയില്ല. കാരണം ഓൾറെഡി വീടിന് നമുക്ക് ലോണുണ്ട്, അപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ആളഞ്ചു നമുക്കെന്നാൽ വീട് വിൽക്കാം, വീട് വിറ്റിട്ട് ആ പൈസ തീർക്കാം, ബാങ്കിലെ ലോണും ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ എന്താണ് തോന്നണേ അതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. വീട് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു. ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ വീട് വിൽക്കുന്നതിന് നമുക്ക് അത്രയ്ക്ക് വിഷമമാണ്. വീട് വിൽക്കാനായിട്ട് നമുക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. എങ്കിലും നമ്മുടെ സാഹചര്യം അതായതുകൊണ്ട് മാത്രം നമ്മൾ വീട് വിൽക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആൾക്കാർ വന്ന് നോക്കണ്ടെങ്കിലും ഒന്നും ശരിയാവുന്നില്ല, എമൗണ്ട് ശരിയാവുന്നില്ല, ഒന്നും ആവാതെ വന്ന് അവസാനം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലോണിൽ കൂട്ടിയിട്ട് പൈസ തരുമോ എന്ന് ബാങ്കിൽ ഞാനത് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്നാൽ ചോദിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ മാനേജർ ലോൺ തരാം എന്ന് പറഞ്ഞു. ലോൺ തരാമെന്ന് പറഞ്ഞു. ലോൺ കഴിഞ്ഞ മാസം ലോൺ പാസ്സായി. നമ്മൾ ആ ഒരു കടം വീട്ടി കൊടുക്കാനുണ്ടായിരുന്നതൊക്കെ കൊടുത്തു തീർത്തു. അപ്പോഴും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയാണ്, നമുക്കിപ്പോൾ ലോൺ കൂട്ടി അടയ്ക്കണം, നമുക്ക് ഈ ജോലിയും കൊണ്ട് ഒന്നും ആവില്ലല്ലോ, എന്ത് ചെയ്യും? അതിനപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ മാതാവ് എന്ത് ചെയ്യും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ 28-ാം തീയതി ജപമാല റാലിയിൽ ഞാനും ചേട്ടൻ്റെ വൈഫും കൂടെ ഞങ്ങൾ പങ്കെടുത്തു, മാതാവിനെ പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് കൃത്യം 1 മാസം ആയിട്ടില്ല, നവംബർ 18-ാം തീയതിയൊക്കെ ആയപ്പോൾ ആൾക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വന്നു. നമ്മൾ ഈ ലോൺ അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആൾക്ക് ജോലിയിൽ കയറാനുള്ള എല്ലാ കാര്യങ്ങളുമായി. ഈ മാസം 27-ാം തീയതി ഹസ്ബൻഡ് ജോലിയിൽ കയറാണ്. അതിന് മാതാവിനോട് എനിക്ക് 1000 നന്ദി. കാരണം വീടും നമുക്ക് പോയില്ല, നമ്മുടെ വീടും നമുക്ക് മാതാവ് നേർവഴി കാണിച്ച് വീടും നമുക്ക് തന്നെ കിട്ടി. പിന്നെ ആളുടെ ജോലിയും അതുപോലെ തന്നെ എല്ലാം ശരിയായി. പിന്നത്തെ കേസ് എനിക്കൊരു ജോലിയുടെ മാറ്റത്തിനാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം.
മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതാണ് ജോലി ഒരു മാറ്റിയിട്ട് വേറൊരു ജോലി മാതാവ് എനിക്ക് ശരിയാക്കി തരണമെന്നുള്ളത്. അത് ഇപ്പം ഞാൻ അവിടെ ജോലി മാറി കയറിയിട്ട് ഇപ്പം 6 മാസത്തോളമായി. അങ്ങനെ ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നിയോഗങ്ങൾ മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടോ, വെറുതെ ആണെങ്കിലും മാതാവിൻ്റെ അടുത്ത് എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് നന്ദിയല്ല, എന്താ ഒരു ആയുസ് മുഴുവൻ മാതാവിൻ്റെ അടുത്ത് കടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അത് തന്നെയല്ല, ആരെൻ്റെ അടുത്ത് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാലും എൻ്റെ വായിൽ ആദ്യം വരുന്നത് നിങ്ങൾ മാതാവിനെ പ്രാർത്ഥിക്കേ, കലവൂർ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, കഷ്ടപ്പാടുകളും മാറും. എങ്ങനെയാണെന്നറിയില്ല, ആദ്യം തന്നെ എൻ്റെ വായിൽ മാതാവിൻ്റെ പേര് മാത്രമേ വരുള്ളൂ. ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം പറയും നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും മാറും. അതുകൊണ്ട് എനിക്ക് 1000 നന്ദിയുണ്ട്. ജീവിതകാലം മൊത്തം നമ്മൾ മാതാവിൻ്റെ അടുത്ത് കടപ്പാടുള്ള ആളായിരിക്കും. ഇനി ആർക്കും കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആൾ പറയും. ആദ്യം തന്നെ മാതാവിനും യേശുനാഥനും 1 കോടി നന്ദി. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ഹസ്ബൻഡിൻ്റെ ജോലി, അത് അമ്മ പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ആദ്യത്തെ കുട്ടി പ്രീമച്വർ ബേബിയാണ്. രണ്ടാമതൊരു പ്രഗ്നൻ്റ് ആയി, പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അബോർഷനായി പോയി. 3ാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വെറുതെ വിശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞു, എടി അത് ചാൻസ് ഇല്ലെന്നാണ് ഡോക്ടർ പറയണേ, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, പിന്നെ നോക്കാമെന്നാണ് പറഞ്ഞേ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിതുപോലെ മാതാവിൻ്റെ ലിങ്കും പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്തു. അപ്പം ആ ചേച്ചി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടില്ല, ഹസ്ബൻഡിന് അത്രയും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കുക, ഞാൻ ഉടമ്പടി നിയോഗം വെച്ചോളാം, ചേച്ചി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഓരോ മാസം കഴിയുന്തോറും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വന്നു. ഇപ്പോൾ ചേച്ചിക്ക് കുഞ്ഞാവേ ഉണ്ടായി. അത് കറക്റ്റ് ഡേറ്റ് തന്നെ, ഒരു പ്രശ്നമില്ലാണ്ട് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞുണ്ടായി. ചേച്ചിയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവരാമെന്നാണ് ഞാൻ പറഞ്ഞത്. വരാൻ പറ്റിയിട്ടില്ല ചേച്ചിയും കൊച്ചിനും. അത് അടുത്ത് തന്നെ കൊണ്ടുവരാമെന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവും യേശുനാഥനും ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുനാഥനും ഒത്തിരി കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്, ഞാൻ ജീവനിലയത്തിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ വൃദ്ധസദനത്തിൽ പോയി അവിടെ അമ്മമാരെ കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ പത്രം ഞാൻ എല്ലാ മാസങ്ങളിലും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോവും. എന്നിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ തൃപ്പൂണിത്തുറയും പിന്നെ നമ്മുടെ വൈക്കത്തും എല്ലാ ആശുപത്രികളിലും രോഗികൾക്ക് പിന്നെ രോഗികളെ പോയി കാണാം. അവർ പ്രാർത്ഥിക്കാൻ പറയും. നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അവരുടെ പ്രാർത്ഥനയോട് ഉൾപ്പെടുത്തും. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ മാതാവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പിന്നെ ചെറിയ കാശുരൂപം ഞാൻ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ആവശ്യമായി കിടക്കുന്ന രോഗികൾക്ക് ഞാൻ കാശുരൂപം കൊടുത്തിട്ട് പറയും, പ്രാർത്ഥിച്ചോ അമ്മേ, മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വാസവാക്കുകളും ഒക്കെ പറഞ്ഞ് അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറ്. നമ്മൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് 2 പേർ ഉടമ്പടി എടുത്തതും അമ്മയുടെ സാക്ഷ്യവും കൂടി പറയാൻ ചേർത്താണ് വന്നത്. അപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ ഈ അൾത്താരയിലേക്ക് എത്തിച്ചേർക്കുന്നത് അവർക്കുണ്ടായ ദൈവാനുഭവത്തിൻ്റെ ആഴമാണ്. അത് ആ അമ്മയുടെ അനുഭവമാണ് ഇവർ 2 പേരും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അമ്മ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവും ഉടമ്പടി എന്താണെന്നോ ഈ ദേവാലയത്തിനെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന ഒരു സമയത്ത് അമ്മയുടെ സ്വപ്നത്തിൽ ഇങ്ങനൊരു അൾത്താരയും ഇങ്ങനൊരു പരിശുദ്ധ അമ്മയും സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു പദ്ധതി പ്രകാരം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി, ഒരു സ്റ്റുഡൻ്റ് അവിടെ ചെല്ലുകയും കാര്യങ്ങൾ ക്രമീകരിച്ച് അന്ന് ഇതിൻ്റെ കാര്യം ഇപ്പോൾ ഉടമ്പടി എടുക്കൂ എന്ന് കാതിൽ പറഞ്ഞു എന്നുള്ളതാണ്. അത് മറ്റൊരു തലത്തിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാക്ഷ്യമാണ്. ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്ന ആദ്യത്തെ സാക്ഷ്യമല്ല ഇത്. ഇവിടെ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്വാഭാവികം മാത്രമാണ്. കാരണം ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാൾ മന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മാതാവിൻ്റെ സ്വരം കേട്ടു എന്ന് പറയുന്ന സാക്ഷ്യം ഒരുപാട് പേര് പറയുന്ന, അപ്പോൾ കർത്താവിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സ്വരം കേട്ടുവെന്നും അപ്പം പിന്നീടുള്ള സാധ്യത അന്വേഷിക്കുമ്പോൾ ഓൺലൈൻ ഉടമ്പടിയാണ്. അതും പരിശുദ്ധ അമ്മ നമ്മളിത് ആരംഭിക്കുന്ന സമയത്തും ദൂരപ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു അമ്മയുടെ സാന്നിധ്യം എത്തിക്കുവാനായിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം അമ്മ അത് പ്രത്യേകം വിധം ആശീർവദിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാം. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് അത്രയും വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ 3 പേര്
രാവിലെ തൊട്ട് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ സോളിഡായിട്ടുള്ളൊരു അനുഭവം അവർക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയച്ച കമ്പനിയിൽ നിന്നൊക്കെ വിളി വരുന്നു. പിന്നീട് അമ്മ ഇവിടെ വരുമ്പോൾ അമ്മ ഏറെ പ്രത്യേകിച്ച് അമ്മ വളരെ വിഷമത്തോടെ പറഞ്ഞു, അമ്മ ഇവിടെ ഇതിങ്ങനൊരു ദേവാലയം നേരത്തെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും അമ്മയോട് സംസാരിച്ചതിൽ സന്തോഷം, അമ്മയോട് വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചെന്നും. അപ്പം അങ്ങനെ ഒരു വലിയൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബം അതിൻ്റെ പിന്നിൽ നടപ്പ്, അതിൻ്റെ പിന്നിൽ കണ്ടെത്തിയ സമയം, പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നത് അതെല്ലാം ഈ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കോമൺ ആയിട്ടൊരു കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ വന്നതൊട്ട് തിരികെ പോകുന്നവരുള്ള സമയം വരെയും അമ്മയുടെ ഇടപെടൽ ഈ കുടുംബത്തിൽ ഒട്ടുക്കെ ഉണ്ടായെന്നുള്ളതാണ്. ഇത് അവസാനം എന്ന് പറയുന്ന വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശ്വാസത്തിലെ വർധനവിന് അടയാളങ്ങൾ ആവശ്യമാണെന്ന് ഈശോയ്ക്കറിയാം. അപ്പോൾ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ അതൊരു സ്വപ്നം എന്നതിനേക്കാളും അപ്പുറം ഇതുവരെ കാണാത്തൊരിടം കണ്ട് ഇവിടെ വരിക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അത് അങ്ങനൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു അനുഭവം അത് അമ്മയ്ക്ക് ലഭിച്ചു. ശോഭ സൈമൺ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നലെയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടും ഈശോനോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മാതാവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ പറ്റി നല്ലതും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും അതേപോലെ തന്നെ മോശവുമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മ ഇവിടുത്തെ യൂട്യൂബ് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, സാക്ഷ്യങ്ങൾ നീ ഒന്ന് കേട്ട് നോക്ക്, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, ഞാൻ അതിനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയും അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ അമ്മയ്ക്ക് വലിയൊരു രോഗശാന്തി ഉണ്ടായി. അനിയത്തി വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ സംസാരം അവസാനിക്കുന്ന മിക്കവാറും കൃപാസനത്തെ പറ്റി പറയുമ്പോഴായിരിക്കും. അപ്പോൾ അമ്മ കൃപാസനത്തെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അമ്മ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് പോകും. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തപ്പം ആ ഉടമ്പടിയിലെ ഒരു നിയോഗം കുടുംബത്തിലുള്ള എല്ലാവരും കൃപാസനം മാതാവിൻ്റെ വിശ്വാസികളാണെന്നുള്ളായിരുന്നു അവൾ വെച്ച ഒരു നിയോഗം. അപ്പം അനിയത്തി എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി കൃപാസനത്തെ പറ്റി. ഞാനിത് കേൾക്കുമ്പം പക്ഷേ ഫോൺ വെച്ച് ഞാൻ ശ്രദ്ധിക്കാതെ ഫോൺ വെച്ചിട്ട് പോകും. അങ്ങനെ ഇവരിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം ഞാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ എനിക്കിതിനെയൊക്കെ പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥതകളായി തുടങ്ങി. എനിക്കിതിനെപ്പറ്റി കേൾക്കാനേ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയായി, എന്നോട് ക്ഷമിക്കണേന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇതിനെപ്പറ്റി എന്നോട് ഇനി പറയരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം, കൃപാസനത്തെ പറ്റി അമ്മ എന്നോട് പറയരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം. അമ്മ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോളൂ, പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ അനിയത്തി അന്നേരം എൻ്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്, അവളും ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൃപാസനം മാതാവിനായിട്ട് നിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അനിയത്തി ഇങ്ങനെ കൃപാസനത്തിൽ പോയി വിശ്വാസിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട, എന്നാൽ നല്ലതും മോശവുമായിട്ടുള്ള ഒന്നും വീട്ടിലിരുന്ന് പറയണ്ട, കാരണം നമുക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മളും അവിടെ പോകും, അപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം അവൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും, വയറുവേദനയും പല്ലുവേദനയൊക്കെ വരുമ്പോൾ അവൾ പറയും, ഞാൻ ഇച്ചിരി തൈലം തൂത്ത് പ്രാർത്ഥിച്ചോട്ടെ, ഞാൻ ഇച്ചിരി ഉപ്പ് ഭക്ഷണത്തിൽ ഇച്ചിരി ഉപ്പ് കൊടുത്ത് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറയും, ഇവളിങ്ങനെ എന്നോട് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യമായി. ഞാൻ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ വേണ്ട, എൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യുകയും ചെയ്യരുത്, എനിക്ക് ഭയങ്കര ദേഷ്യം വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോന്, അവന് 11 വയസ്സാണ്. മൂത്ത മോൻ ഉണ്ടായപ്പോൾ തന്നെ അവൻ്റെ സ്പൈനൽ കോഡിൻ്റെ മേളിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അവന് ഫിസിക്കലി അവൻ ഓക്കെയാണ്, പക്ഷേ അവൻ്റെ കൈയും കൊണ്ട് ചെയ്യുന്ന മൂമെൻറ്റ്സിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവൻ്റെ ഫൈൻ മൂമെൻറ്റ്സിനെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനിങ്ങനെ കൈ വല്ലാണ്ട് സ്ട്രെച്ച് ചെയ്യുന്നത് കാണുമ്പോൾ, കൈയുടെ അസ്വസ്ഥത കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു.
അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ അസ്വസ്ഥതകളൊന്നും മാറാൻ വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, കൊച്ച് എന്തായാലും സുഖമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ കൃപാസന മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു. നമ്മൾ നേർച്ചകൾ നേർന്നും പ്രാർത്ഥിച്ചും കുർബാന കൂടിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. അപ്പോൾ അമ്മ എന്തിനാ ഈ പ്രതിസന്ധി വരുമ്പം അല്ലെങ്കിൽ വിഷമങ്ങൾ വരുമ്പോൾ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നത്? നമുക്ക് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ വരുന്നത്. അത് ഏറ്റെടുത്ത് അതിൻ്റെ ആ വിഷമങ്ങൾ തന്ന ഈശോ നമ്മളെ രക്ഷിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതിൻ്റെ അകത്ത് എന്തിനാ ഒരാൾ കൃപാസനത്തിൽ എന്താ ഒരു പ്രത്യേകത? കൃപാസന എല്ലാ മാതാവും ഒന്നല്ലേ? അമ്മ എന്നോട് എനിക്ക് അതിലൊട്ടും വിശ്വാസമില്ല. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, അമ്മേ, എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എൻ്റെ ജീവിതത്തിലെ എല്ലാം അവരാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ത്യാഗങ്ങളും ഞാൻ അവർക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അവരിൽ ഒരാളെ ദൈവം കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ കൃപാസനത്തിൽ പോയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ല. എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ അപ്പം തന്നെ ഫോൺ വെച്ചത്, ഞാൻ വീട്ടിൽ വെഞ്ചരിച്ചൊരു മാതാവിൻ്റെ രൂപമുണ്ട്. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ പോയി മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിൽ വിശ്വാസമില്ലാഞ്ഞിട്ട് ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, മാതാവേ ക്ഷമിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തിയേക്കരുതേന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, ആദ്യം എന്നെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പേടിക്കണ്ട, മാപ്പ് പറഞ്ഞാൽ മതി, ദൈവത്തോട് കുഴപ്പമൊന്നും വരത്തില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൂടുതലായിട്ട് പക്ഷേ ഇവിടുത്തെ ഉടമ്പടി എന്താണോ, ഉടമ്പടി വസ്തുക്കൾ എന്താണോ, കൃപാസനത്തിൽ അത്ഭുതങ്ങളുണ്ടെന്നല്ലാതെ എനിക്ക് വേറൊന്നും ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ അനിയത്തിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ ഉടമ്പടി? അപ്പോൾ അനിയത്തി പറഞ്ഞു, അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എന്താണെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, 7ാമതൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാതാവ് കേൾക്കത്തില്ലേ? അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 6 നിയോഗങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ഉടമ്പടീനെ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 2 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്നെ മാതാവ് കേൾക്കത്തില്ലേ? മാതാവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് തൈലത്തിൻ്റെ, ഉപ്പിൻ്റെ, കാശുരൂപത്തിൻ്റെ ഒക്കെ എന്നെ ആവശ്യം? നമ്മൾ കൊന്ത ചൊല്ലിയ മാതാവ് പ്രാർത്ഥന കേൾക്കില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി. അതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞത്. ഇത് പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നോർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവാ. ഏകദേശം 1 മാസം കഴിഞ്ഞു. ഞങ്ങൾ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങി. ഞങ്ങൾ നാട്ടിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇവർ സാധാരണ ഫുൾ ടൈം കളിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ അവധി ആയതുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കും, താഴെ പോയി പാർക്കിൽ പോയി കളിക്കും, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഉച്ചയ്ക്കത്തെ ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, പുറത്തൊന്നും പോകണ്ട. അപ്പോൾ അവർ വീട്ടിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2 പേരും കൂടെ ബാറ്റൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇവനാണ് വയ്യാണ്ടായത്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ, എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പെട്ടെന്ന് അരികെ പിടിച്ച്, അപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം അവൻ ആദ്യമായിട്ടാണ് തലവേദന എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഞാൻ അരികെ വിളിച്ച് കിടത്തി. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നീ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് തല കറങ്ങുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബെഡ്റൂമിൽ നിന്ന് മാറ്റി സോഫയിൽ കൊണ്ടേ കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇവനിങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്തോറും തലവേദന കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മോന് വയ്യ, കൂടുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സോഫയിൽ ഇരുത്തി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് പാരസിറ്റാമോൾ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ പാരസിറ്റാമോൾ എടുത്ത് വന്നപ്പം ഇവൻ ഈ തലവേദന പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവൻ്റെ മുഖമെല്ലാം കൂടെ മാറി, കണ്ണെല്ലാം കൂടെ ചുമന്ന്, കണ്ണെല്ലാം കൂടെ പുറത്തോട്ട് വന്ന് മുഖം വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അന്നേരം ഇവന് ഞാൻ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് ഇവൻ ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കുഴയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് പോലും മാറാതെ മൂത്തയാളെയും കൂട്ടി ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ഇവനെ തോളിലിട്ടേക്കുക. താഴെ വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും
ഇവൻ കുഴഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വീണ് നോക്കുമ്പോൾ ആൾ അൺകോൺഷ്യസ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിലെത്തിയ വഴി മുഴുവനും ഇവൻ്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞിരിക്കുക, പുറത്തോട്ടിരിക്കുകയാണ്. ഇവൻ മിണ്ടുന്നില്ല, അവൻ പല്ലും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇവന് ശരിക്കും ഫിറ്റ്സ് വന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, കാരണം ഇവൻ ഒരിക്കലും വന്നിട്ടുമില്ല. ആ സമയം വളരെ ഹെൽത്തി ആയിട്ടിരുന്ന കുട്ടിയാണ്, ഭയങ്കര ആരോഗ്യത്തോടെ ഇരുന്ന കുട്ടിയാണ്, പനിയില്ല, കോൾഡ് പോലും ഇല്ല. അപ്പം ഫിറ്റ്സ് എന്നുള്ളൊരു കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഞങ്ങൾ ആകെ ടെൻഷനായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ എമർജൻസി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബോധം വന്നിട്ട് എൻ്റെ അടുത്ത് കണ്ണ് തുറന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മയും പാപ്പിയും കരയുന്നേ, പാപ്പിന്നാണ് മൂത്തയാളെ വിളിക്കുന്നത്, പാപ്പിയും കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം, അമ്മ ടെൻഷൻ അടിക്കണ്ട. അന്ന് ഇതെല്ലാം നാക്കു കുഴഞ്ഞാണ് പറയുന്നത്, ക്ലീൻ ആയിട്ടല്ല പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ അടുത്ത ഫിറ്റ്സ് വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇത് ഫിറ്റ്സാണ്, ഞങ്ങൾ ഇതിൻ്റെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമുക്ക് അതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് CT ഒക്കെ എടുക്കണം, എന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അവനെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഡോക്ടർ ഇത് സംഭവിക്കുന്നത് വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു 4:30 മണിയായി സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിറ്റ്സ് വന്നാലേ കൊച്ചു ഉറങ്ങും, അവന് ക്ഷീണം ഉണ്ടാവും, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ എഴുന്നേക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവൻ 5 മണിയായി, 6, 7 മണിയായി, 8 മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ല, 9 മണിയായിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് എന്തോ പ്രശ്നം തോന്നി. അവർ പറഞ്ഞു ഞങ്ങൾ ഇവനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്, അവന് ഒരു ഇമ്മീഡിയറ്റ് കെയർ അവിടെ നിന്ന് കിട്ടും, റൂമിലാണെങ്കിൽ നമുക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലായിരുന്നു, BP അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഇവനെ ICUയിൽ കൊണ്ടുപോയി. ICUയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ശനിയാഴ്ചയാണ് അഡ്മിറ്റ് ആകുന്നത്, ശനിയാഴ്ച വൈകിട്ട്. തിങ്കളാഴ്ച CT എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, കാരണം നാളെ സൺഡേ ആണ്, നാളെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എഴുന്നേക്കാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അന്ന് രാത്രി തന്നെ CT എടുത്തു. ശരിക്കും കൊച്ചു കോമയിലായിപ്പോയതായിരുന്നു. അവർക്കും ഡോക്ടേഴ്സിന് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവർ CT എടുത്തു. CT എടുത്തപ്പോൾ നോർമലാണ്, ബാക്കി ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്ന എല്ലാം ക്ലീനാണ്. അപ്പം ഇവർക്ക് എന്താണെന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സമയം വേണം, എന്ത് സംഭവിക്കാം, എന്താണേലും ഒരു 48 hours കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം അവന് എന്താണെന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടീഷൻ മോശമാവും, ചിലപ്പോൾ അവൻ ബെറ്റർ ആയി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ഇവൻ ICUയിൽ. അപ്പം ശനിയാഴ്ച തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും രാത്രി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പം വന്നതേ അനീത്തി എൻ്റെ അടുത്ത് ഉടമ്പടി പ്രാർത്ഥന പുസ്തകവും ഉടമ്പടിയുടെ തൈലമല്ല കാശുരൂപവും പുസ്തകവും പത്രവും തന്നിട്ട് പറഞ്ഞു നീ ഇത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു എടി എനിക്ക് ഇത്ര വിശ്വാസം ഇല്ലാത്തതല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ അല്ല ഉടമ്പടി എടുത്ത് നീ പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പം അവർ പെർമിഷൻ ചോദിച്ചിട്ട് എനിക്കോ ഹസ്ബൻഡിനോ ICUയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവൾ പെർമിഷൻ ചോദിച്ച് ഉള്ളിൽ കയറി തൈലവും തൂത്തു, ബുക്കും കാശുരൂപവും കൊച്ചുറങ്ങുന്നതിൻ്റെ പത്രവും കൊച്ചുറങ്ങുന്നതിൻ്റെ പില്ലോട് അടി വെച്ചു. എന്നിട്ട് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒരിക്കലും അത് നഷ്ടപ്പെടാതെ നോക്കിക്കോണം, ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ടും ഞാൻ അങ്ങനെ അന്നേരം വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഫുള്ളായി തകർന്നുപോയി, ഞാൻ ഹസ്ബൻഡും ഒക്കെ തകർന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. അവൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു, കൊച്ചിന് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞായറാഴ്ച വെളുപ്പിനായി, കൊച്ചിങ്ങനെ തന്നെ കോമ്പയിൽ തന്നെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു 10 മണിയായപ്പോഴത്തേക്കിന് പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക. പനി തുടങ്ങി അവർ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇവന് വീണ്ടും ഫിറ്റ്സ് വന്നു, വീണ്ടും ഫിറ്റ്സും ഛർദി എല്ലാം കൂടെ വന്നു. അപ്പോൾ ഡോക്ടേഴ്സിനും ടെൻസ്ഡായി. അവർ പറഞ്ഞു ഇനി 48 hours കഴിഞ്ഞിട്ടേ നമുക്ക് കൊച്ചിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം ഇവൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ ഇങ്ങനെ വീണ്ടും ഫിറ്റ്സ് വരുന്നതുകൊണ്ട് ഇവന് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, ചിലപ്പം ഇവൻ്റെ BP ഒക്കെ താഴും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം അവന് വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എന്താ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്തുനിന്ന് റിക്കവറായി വരും, ചിലപ്പോൾ ഇവൻ്റെ സ്ഥിതി മോശമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഞാൻ കയറി നോക്കുമ്പോൾ ഇവൻ്റെ മേത്ത് കൂടെ ഫുള്ളി ട്യൂബുകളാണ്, വയറുകളും ട്യൂബുകളും, മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നു, മേത്ത് ഫുള്ള് ഓരോരോ ഇത്. എനിക്കിവനെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ റൂമിൽ ICUയിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ICUയിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരു ഭയങ്കര വിഷമം. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചേട്ടൻ ഇരിക്കണം, എനിക്ക് പറ്റുന്നില്ല ഇരിക്കാമെന്ന്. ഞാൻ ഇടയ്ക്ക് പോവും, എനിക്ക് ശ്വാസം മുട്ടും, ഞാൻ തിരിച്ചിറങ്ങി വരും, പുറത്തിരുന്ന് കരയും. അങ്ങനെ
ഞങ്ങൾ വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് തീരെ തലവേദന, എനിക്ക് തീരെ വയ്യ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം കൊച്ചിൻ്റെ അടുത്തിരിക്കുക, ഞാനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കൊച്ചിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് അനിയത്തി പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കാശുരൂപവും പ്രാർത്ഥന പുസ്തകവും കളഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാനിത് എൻ്റെ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പില്ലോയുടെ അടിയിൽ ഇതിരിപ്പുണ്ട്. ഞാൻ വെറുതെ, വിശ്വാസമൊന്നുമില്ല, ഞാൻ വെറുതെ ആ കാശുരൂപം തൊട്ട് കൊച്ചിനെ ഒന്ന് മുത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കിതുപോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഒരു കസേര ഇട്ടിരുന്നിട്ട് ഈ പുസ്തകം, പ്രാർത്ഥന പുസ്തകം എടുത്തു. ആദ്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ അകത്ത് എഴുതിയത് എന്താണെന്നും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ചുമ്മാ ഇരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതെനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല, അതും പ്രാർത്ഥിച്ചു. അതിൻ്റെ അകത്ത് നിയോഗം സമർപ്പിക്കേണ്ടത് നിയോഗം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും, കൊച്ചിന് മാറ്റമൊന്നുമില്ല, കൊച്ചു അങ്ങനെ തന്നെ കിടക്കുക. അങ്ങനെ വീണ്ടും ഞാൻ പുറത്തു വന്നു. വീണ്ടും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്ത് വന്നപ്പോൾ പത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം ഞാൻ ചുമ്മാതെ എങ്ങനെയോ അത് കയ്യിലെടുത്ത് ഞാനത് വായിക്കാൻ തുടങ്ങി. അത് വായിച്ചു, അതവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയി കാണും. ഹസ്ബൻഡ് എൻ്റെ അടുത്ത്, കുറച്ച് നേരം ഹസ്ബൻഡായിരുന്നു ഇരുന്നത്. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ കണ്ണ് തുറന്ന് നോക്കി എന്ന് പറഞ്ഞു. എന്നെ കണ്ണ് തുറന്ന് നോക്കി, മിണ്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ട് എന്നെ ചിരിച്ച് കാണിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ പറ്റിച്ചതാന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയുന്ന ഒന്നും വ്യക്തമല്ല നമുക്ക്. എല്ലാം നാക്കു കുഴഞ്ഞ് ഓരോരോ വാക്കുകളായിട്ടാണ് അവൻ പറയുന്നത്. അവന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം വന്നു, മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് സംശയം വന്നു. അപ്പം അവർ ഞായറാഴ്ച തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച വെളുപ്പിനെയാണ് ഇവൻ ബോധം തെളിഞ്ഞ് ഇവനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഭക്ഷണത്തിന് കരയാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ആ ഉടമ്പടി പുസ്തകവും പ്രാർത്ഥന പുസ്തകം എടുത്തു, സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം വായിച്ചു. പത്രം എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇവൻ്റെ അന്നേരമാണ് പിന്നെ ബോധം തെളിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി. അപ്പം എൻ്റെ അനിയത്തി സാക്ഷ്യങ്ങളുടെ ലിങ്കും ഇവിടെയുള്ള ട്യൂസ്ഡേ ഉള്ള ഓൺലൈൻ ആരാധനയുടെ ലിങ്കും ഒക്കെ അയച്ചിട്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു ICUവിൽ ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോന്നു. അപ്പോൾ ഇവൻ ബോധം തെളിഞ്ഞു. ഇവനെ അന്ന് കൊണ്ട് MRI ചെയ്തു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് ഡയഗ്നോസിസ് വന്നത് ചെറുതായിട്ട് സെറിബ്രത്തിലൊരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് വന്നു, കണ്ടുപിടിച്ചു. അപ്പം ഡോക്ടേഴ്സ് അതിനുള്ള മെഡിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അപ്പോഴത്തേക്ക് എനിക്ക് പതിയെ വിശ്വാസം വന്നു തുടങ്ങി. എനിക്കൊരു ആശ്വാസം, വിശ്വാസത്തെക്കാളും കൂടുതൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി തുടങ്ങി. അപ്പം അവിടെ ഇരുന്ന് ഈ സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചുറങ്ങിയ സമയത്തിന് ഞാൻ സൗണ്ട് കുറച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യം ഒരു അമ്മയും മക്കളും കൂടെ വെക്കേഷന് ലീവിന് വീട്ടിൽ വന്നപ്പം കുഞ്ഞിൻ്റെ തലയിൽ തെങ്ങ് വീണ് കൊച്ച് ആകെ അബോധാവസ്ഥയിലായി. അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു കുഞ്ഞിൻ്റെ സാക്ഷിയാണ് ഞാൻ കേട്ടത് അവിടെ ഇരുന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, എൻ്റെ മകനെ എനിക്ക് പഴയ അവസ്ഥയിൽ തരണേ, ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് എനിക്ക് തിരിച്ചു തന്നേക്കണേ. എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ബ്രെയിനിന് വന്നായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, എനിക്ക് പഴയ എൻ്റെ കുഞ്ഞാക്കി, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പഴയ കുഞ്ഞാക്കി എൻ്റെ മകനെ തിരിച്ചു തന്നേക്കണേന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. അങ്ങനെ ഇവൻ്റെ MRI കഴിഞ്ഞു. ട്യൂസ്ഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ആദ്യം ഭക്ഷണം ട്യൂബിൽ കൂടെ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ വെള്ളം ചോദിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ മസിൽസൊക്കെ വീക്കാണ്, അപ്പം ട്യൂബിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കാശുരൂപം എടുത്ത് ഞാൻ അവൻ്റെ നെറ്റിയെ കുരിശ് വരച്ചിട്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ കൊടുത്തു. ആദ്യം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇവനെ ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കണ്ട, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാശുരൂപം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ചു കൊച്ചിനെ കൊടുത്തു, സ്പൂണിൽ വെള്ളം കൊടുത്തു. അപ്പം ഇവന് പിന്നെ ചുമച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓരോ
നേരം ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴിങ്ങനെ നെറ്റിയിൽ കാശുരൂപം വെച്ച് കുരിശ് വരച്ചിട്ട് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവന് കാപ്പി കൊടുത്തു. അത് കഴിഞ്ഞ് ഓട്സ്, അങ്ങനെ ഓരോന്നോ പതുക്കെ അവന് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് മാറ്റണ്ട, ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും വിൽക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിലോട്ട് പോകും, പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ട്യൂബ് അവിടെ ഇരുന്നോട്ടെ, സോളിഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഭക്ഷണം നമുക്ക് ട്യൂബിലൂടെ കൊടുക്കാം, ഇങ്ങനെ വെള്ളം അങ്ങനെയൊക്കെ വായിലൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ ട്യൂബ്, അവനത് അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അവൻ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇടണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ലിക്വിഡ് മാത്രം മുത്താറി കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്തു, ഓട്സ് കൊടുത്തു. അങ്ങനെ ഇവന് ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു പതുക്കെ സോളിഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനൊരു ഇഡ്ഡലി കൊടുത്ത് അവനത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവൻ്റെ കഴുത്ത് നേരെ നിൽക്കില്ല, അവന് സംസാരിക്കാൻ പറ്റില്ല, ഇവന് കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല, ഇവന് എഴുന്നേറ്റ് നിൽക്കാനോ യൂറിനൊക്കെ അവൻ കിടക്കുന്നിടത്തു നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവനിങ്ങനെ പാരലൈസ്ഡ് ആയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ട്യൂസ്ഡേ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് റൂമിൽ കൊച്ചിൻ്റെ അടുത്തിരുന്ന് ആരുമില്ല, ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഫോണിൽ എന്തോ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പം എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിലോ എൻ്റെ ഫോണിൻ്റെ ഒരു ഇതിലും കൃപാസനത്തിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ല. സാക്ഷ്യം ആ തലേദിവസം ഇരുന്ന് കേട്ട സാക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ധ്യാനത്തിൻ്റെ ഒന്നുമില്ല. അപ്പം ഏതോ ഒരു ചൊവ്വാഴ്ച ഇവിടെ നടന്ന ധ്യാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ആ ധ്യാനം കൂടാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് രോഗസൗഖ്യ പ്രാർത്ഥനകളെല്ലാം കൂടി ആ ധ്യാനം എനിക്ക് പക്ഷേ പ്രസംഗം രോഗസൗഖ്യ പ്രാർത്ഥന ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. അപ്പം ഞാനത് കട്ട് ചെയ്തു. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഇരുന്ന് കരഞ്ഞ് അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ICUവിലായിരുന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നെന്ന്. ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ആ ചേച്ചി പറയുന്നുണ്ട് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, കൊച്ചിൻ്റെ ICUവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനും അതുപോലെ കൊച്ച് ICUവിലായിരുന്നപ്പം ഒരു ബുക്ക് എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തനം 91 അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അരികെ ഇരുന്ന് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബിലെ ഈ ധ്യാനം കേട്ടു. അത് കഴിഞ്ഞ് ഓരോ ദിവസവും അവൻ ഇമ്പ്രൂവ് ആയി തുടങ്ങി. ഇപ്പം അതൊക്കെ കഴുത്ത് ബെറ്ററായി തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒരു ദിവസം വന്ന് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഈ ശനിയാഴ്ച വീട്ടിൽ ഡിസ്ചാർജ് ചെയ്യാം, ഒരു 3 മാസമെങ്കിലും സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരും മിനിമം, എന്നാൽ ഇവൻ നേരെ ആവത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഫുൾ റിക്കവേർഡ് ആവുമോ ഡോക്ടർ? അപ്പോൾ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, 80% ഓക്കെ ആവും, 20% നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടാവും, ബ്രെയിനിന് വന്നതല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല, ഡോക്ടേഴ്സും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ സമയം കൊണ്ട് ഉടമ്പടി പത്രം വായിച്ചു, പിന്നെ പ്രാർത്ഥന പുസ്തകം വായിച്ചു, കാശുരൂപ ഉപയോഗിച്ചു, തൈലം മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത് അവനെ എടുത്തോണ്ടാണ്, അവനെ തോളിലിട്ട് അവന് നേരെ നിൽക്കാനൊന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതേ അവസ്ഥ തന്നെ, കഴുത്ത് നേരെ നിൽക്കത്തില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ അനിയൻ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുകയല്ല അവനെ എന്ന് പറഞ്ഞ് അവനെ തോളിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴും കൊച്ചു ബെഡിൽ തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു മിനിമം 1 മാസം എടുക്കും അവന് റിക്കവറായി വരാൻ, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ 1 മാസം എടുക്കും, അതിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ച് ഓരോ ദിവസങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓരോ ദിവസവും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അവൻ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. വീട്ടിൽ വന്നു പിറ്റേ ദിവസം അവൻ കഴുത്ത് നേരെ വെക്കാൻ തുടങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം അവൻ ബെഡിൽ നിന്ന് തനിയെ എഴുന്നേറ്റിരിക്കാൻ, ഞങ്ങളുടെ ചെറിയൊരു സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ തനിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ അവൻ എഴുന്നേറ്റ് നിന്ന് നോക്കി, പിന്നെ നടന്നു. അപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും പ്രതിഷേധന പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്ന, അമ്മ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഉടമ്പടി എടുക്കുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ആദ്യത്തെ റിവ്യൂ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം അന്നേരം മാതാവ് എൻ്റെ
എൻ്റെ കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അതിൻ്റെ തലേ ദിവസം തന്നെ അവൻ നടന്നു തുടങ്ങി. അവനെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്, ചിലപ്പം കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേ അവൻ വീഴും, എങ്കിലും പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ മറിച്ച് അവൻ്റെ ഷൂസൊക്കെ ഇടിച്ച് ഞങ്ങൾ 2 കൈ പിടിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി. ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇത്രയും ആൾ റിക്കവർ ആയെന്ന് ചോദിച്ചു. എങ്കിലും അവൻ്റെ കൈയൊന്നും പ്രോപ്പറായിട്ടില്ലായിരുന്നു. എങ്കിൽ പിന്നെ അമ്മ എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ തൈലം തൂക്കുമായിരുന്നു. ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന, ഇവിടുത്തെ ആരാധന കൂടി. അങ്ങനെ ഇപ്പം ഇന്ന് ജൂൺ 4-ാം തീയതി എൻ്റെ കോമയിലായി കിടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. ഒരു മിറാക്കുലസ് റിക്കവറിയാണ്. ഞാൻ വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലവും കാശുരൂപവും സാക്ഷ്യങ്ങൾ എഴുതിയ പത്രവും ഓൺലൈൻ സാക്ഷി, അങ്ങനെ ഞാൻ എന്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ വെറുത്തിരുന്നോ അതെല്ലാം ഞാൻ വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാണ്, ആ വയ്യാതായ കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മാസം 23 ആകുമ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാസം 23 കൂടി അവൻ്റെ മെഡിക്കേഷൻസ് എല്ലാം കഴിയും. അവനെ അടുത്ത മാസം തൊട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ വിടാം. ഈ ഒരു വർഷം ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല എന്നൊക്കെ പ്ലാൻ ചെയ്തു, കാരണം ഇവൻ എന്ന് റിക്കവർ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഡോക്ടർ ഇവനെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഞങ്ങൾക്ക് സജഷൻസ്, ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സൊക്കെ കാണിച്ചു തന്ന ഡോക്ടർ ഇവനെ പിറ്റേ ആഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇവൻ ഇത്രയും റിക്കവർ ആയോ, ഇനിയിപ്പോൾ ഇവന് ഇതിൻ്റെ ഫിസിയോതെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല. ഇവൻ ഒന്നും ഞങ്ങൾ ചെയ്യിച്ചില്ല, ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യിച്ചില്ല. ഇവൻ ഞാൻ എന്തൊക്കെ എനിക്ക് അവിശ്വാസം ഉണ്ടായിരുന്നോ ആ പരിപൂർണ വിശ്വാസത്തിലോട്ട് വന്നത് എൻ്റെ കുഞ്ഞു സുഖമായി. ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ. എൻ്റെ വയ്യാണ്ടായ കുഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അന്ന് ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്തപ്പം ഞാൻ മാതാവിനോട് നേർന്നായിരുന്നു, ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് ഇത്രയും വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാം. ഞാൻ അതെല്ലാം ആളുകളുടെ മുമ്പിൽ ഇവിടെ വന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നായിരുന്നു. ആ ഒരു നേർച്ച മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അപ്പം പിന്നീട് എല്ലാ ആളുകളും പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ സെറിബ്രത്തിൽ വരാൻ കാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിച്ചു, അതിനൊരു പ്രോപ്പർ റീസൺ പറയുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയും പോകണ്ട, അവനത് വരാനുള്ള റീസൺ ഞാനാണ്, എന്നെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നു. കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി യാത്ര ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു. ഇന്നലെ ഞാൻ ഉടമ്പടി എടുത്തു. ഇന്ന് ഞങ്ങൾ തിരിച്ചു ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പം എൻ്റെ കുഞ്ഞിനെ പഴയ ആരോഗ്യത്തിലോട്ടാക്കി തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. 1000 നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നു. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനമാണ്. തൻ്റെ മോനുണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ശോഭ സൈമൺ എന്ന മകൾ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചത്. നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മകന് ബ്രെയിനിൽ ഒരു ഇൻഫ്ലമേഷൻ അതെങ്ങനെ ഉണ്ടായി എന്നൊന്നും ആർക്കും ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണങ്ങളും അറിയില്ല. അങ്ങനെ കോമ സ്റ്റേജിലൊക്കെ ആയ മകനാണ് ഇപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ നടയിൽ ആ കുഞ്ഞിനെയും കൊണ്ടുവന്നാണ് സാക്ഷ്യം പറയുക. എങ്ങനെ പരിശുദ്ധ അമ്മ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ, അതായത് അവരാര് തന്നെയായാലും അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്നതിന് അമ്മ എങ്ങനെ തിരുക്കുമാരൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്നു, എങ്ങനെയാണ് അവരുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് തിരുവചനം പറഞ്ഞതുപോലെ തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് കരുതലും കാവലുമാകുന്ന നല്ല തമ്പുരാൻ്റെ ശക്തിയുള്ള കരങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ ഈ കുഞ്ഞ് 3 മാസം സ്റ്റീറോയിഡ് എടുക്കണമെന്ന് പറഞ്ഞ കുഞ്ഞാണ്
എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ മാസം തന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 80% റിക്കവറി പറഞ്ഞിരുന്നത്. എന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ എങ്ങനെ ആ കുഞ്ഞ് സ്റ്റേബിളായി പിന്നീട് നടന്ന് ഹോസ്പിറ്റലിൽ പോയി, ഇതെല്ലാം നാം കേട്ടതാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.